നമ്മുടെ വിശിഷ്ട അതിഥികളെ സ്വീകരിക്കാം. യാഗമായി മാറി അന്നു കാൽനടയായി നാഥൻ മലമുകളേറി അന്നു ജീവനേകുവനായെന്തു പാടുപെട്ടു നീ അന്നു ജീവനേകുവനായെന്തു പാടുപെട്ടു നീ എന്റെ ജീവനായവനെ അന്നു കാൽനടയായി നാഥൻ മലമുകളേറി അന്നു ജീവനേകുവനായെന്നു പാടുപെട്ടു നീ അന്നു ജീവനേകുവനായെന്നു പാടുപെട്ടു നീ എന്റെ ജീവനായവനെ നീ ആശയെന്നുമേ. ചങ്ങനാശ്ശേരി അതിരൂപത സന്ദേശ നിലയം അസിസ്റ്റന്റ് ഡയറക്ടർ ബഹുമാനപ്പെട്ട സാജൻ പുളിക്കിലച്ച, നമ്മുടെ ഇടവകയുടെ ഭാഗമെന്ന് തന്നെ പറയാവുന്ന നമ്മുടെ ഇടവകയുടെ സ്വന്തമായ അഡ്വക്കേറ്റ് ഡെയ്സമ്മ ജെയിംസ് ഡെയ്സമ്മ ടീച്ചർ, മാതൃ ഇടവകയായ വായ്പൂര് സൺഡേ സ്കൂളിനെ പ്രതിനിധീകരിച്ച് നമ്മളോട് ഇപ്പോൾ ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട ശ്രീ ജോസഫ് കുന്നുംപുറ സാറെ, നമ്മുടെ സൺഡേ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ ബഹുമാനപ്പെട്ട CT സേവ്യർ കരിപ്പൂർ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരന്മാരെ, ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, നമുക്കിന്ന് ഒത്തിരി സന്തോഷത്തിൻ്റെ ഒരു ദിവസമാണ്. അച്ഛൻ പള്ളിയിൽ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ കുഞ്ഞ് ഇടവകയുടെ ഈ കുഞ്ഞ് സൺഡേ സ്കൂളിൻ്റെ 2ാമത്തെ വാർഷിക ദിനത്തിലാണ് നമ്മളായിരിക്കുന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ പോർട്ടിക്കോയിൽ വാർഷികം ആഘോഷിച്ചതൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ടാകും. അച്ഛൻ പറയുകയുണ്ടായി, നമുക്ക് അടുത്ത വർഷം നമ്മൾ ഈ മതബോധന ഹാളിനുള്ളിൽ വാർഷികം ആഘോഷിക്കുമെന്ന്. നമ്മളിന്ന് ഈ മതബോധന ഹാളിനുള്ളിൽ ഇതിനെയും പൂർണ്ണതയിൽ എത്താനായിട്ടുണ്ട്. ഒരു ഹാളിൻ്റെ ഭംഗിയിലേക്ക് ഇത് മാറാനായിട്ടുണ്ട്. എങ്കിലും നമ്മുടെ കൂട്ടായ പരിശ്രമത്തിൻ്റെ വലിയൊരു ഫലമാണ് ഈ ഒരു വളർച്ചയെന്ന് പറയുന്നത്. ഇന്ന് 2 കാര്യങ്ങളാണ് നമ്മുടെ ഇടവകയിൽ നടക്കുന്നത്. ഒന്ന്, നമ്മുടെ വിശ്വാസോത്സവത്തിൻ്റെ സമാപനം. 10 ദിവസത്തെ വിശ്വാസോത്സവം നമുക്ക് 15 ദിവസം ഉണ്ടായിരുന്നു. നമ്മൾ വൈകുന്നേരം വരെ ഒരു വിശ്വാസോത്സവ പരിശീലനത്തിന് പല ഇടവകളിലും ഈ ചൂടുകാലത്ത് സമയമൊക്കെ കുറച്ചപ്പോൾ പലയിടത്തും മാതാപിതാക്കളുടെയും ഒക്കെ എതിർപ്പുകളുള്ളപ്പോൾ ഇവിടെ മാതാപിതാക്കളും കുട്ടികളും വളരെ ആവേശത്തോടുകൂടി വിശ്വാസോത്സവത്തെ വരവേൽക്കുകയായിരുന്നു. അതിന് അച്ഛനോട് ചേർന്ന് നിൽക്കാനായിട്ട് പ്രിയപ്പെട്ട മതാധ്യാപകരുണ്ടായിരുന്നു കഷ്ടപ്പെടുവാനായിട്ട്. അതുകൊണ്ട് ഒരു വലിയൊരു പരിശീലന പദ്ധതി ഇവിടെ പൂർത്തീകരിക്കുകയാണ്. ഒന്നാമതായിട്ട് നമ്മൾ ഈ സൺഡേ സ്കൂളിൻ്റെ വാർഷികം ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഇടവകയ്ക്ക് കഴിഞ്ഞകാല നാളുകളിൽ സൺഡേ സ്കൂളിൽ ശുശ്രൂഷ ചെയ്ത എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടുകൂടി അച്ഛൻ ഓർക്കുകയാണ്. ബഹുമാനപ്പെട്ട ജോമോനച്ചൻ ഇവിടെ വന്നപ്പോൾ ഒരു സൺഡേ സ്കൂൾ തുടങ്ങിയത് ഒരു ദൈവനിയോഗത്തിൻ്റെ തുടക്കമായിരുന്നു. ഒരുപക്ഷെ അച്ഛന് ചിന്തിക്കാമായിരുന്നു, ഇതൊരു കുഞ്ഞിടവക ആയതുകൊണ്ട് എന്തിനാണ് വെറുതെ റിസ്ക്, എല്ലാവരും പണ്ടത്തേതുപോലെ തന്നെ വായ്പൂര് പോയി പഠിക്കട്ടെ എന്ന് ചിന്തിക്കാമായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ ഒരു ആഗ്രഹമാണ് അച്ഛനിലൂടെ നിറവേറിയത്. ഈ ചെറിയ സ്ഥലത്ത് അച്ഛൻ സാധാരണക്കാരായിട്ടുള്ള 12 അധ്യാപകരെ തിരഞ്ഞെടുത്ത്
സൺഡേ സ്കൂൾ അച്ഛൻ തുടങ്ങി വെച്ചു. അച്ഛന് 3-4 മാസം മാത്രമേ അച്ഛൻ്റെ ശുശ്രൂഷ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛന് ശേഷം ഞാൻ ഇവിടേക്ക് വന്നപ്പോൾ നമ്മൾ ബഹുമാനപ്പെട്ട അതിരൂപത ഡയറക്ടർ, ചെന്നിക്കുളത്തെ അതിരൂപത ഡയറക്ടർ ആൻഡ്രൂസ് പാണപ്പറമ്പിലച്ഛനാണ് നമ്മുടെ സൺഡേ സ്കൂൾ ഉദ്ഘാടനം ചെയ്തത്. ഇന്നതിൻ്റെ 2ാമത് വാർഷികം നമ്മൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് സന്തോഷിക്കാം. ദൈവം നമ്മളെ സ്നേഹിക്കുന്നതിൻ്റെ അടയാളമാണ് ഈ ഒരു വളർച്ചയുമൊക്കെ. അങ്ങനെ നമുക്ക് വരുന്ന ആളുകളിൽ സൺഡേ സ്കൂൾ അധ്യാപകരുണ്ടാകണം, സൺഡേ സ്കൂളിൽ പഠിപ്പിക്കാൻ. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയത് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് എന്നോട് 12ാം ക്ലാസ് കഴിഞ്ഞവർ പറഞ്ഞു, വെച്ചാൽ ഞങ്ങളെ സൺഡേ സ്കൂളിൽ ചേർക്കാമോ എന്ന് ചോദിക്കുകയുണ്ടായി. എൻ്റെ ഓർമ്മ വന്നത്, ഞങ്ങൾ ഡെയ്സമ്മ ടീച്ചർ ഞാനൊക്കെ ചെത്തിപ്പുഴ സൺഡേ സ്കൂളൊക്കെ ഞങ്ങൾക്ക് പരിചയമുള്ള ഞങ്ങളുടെയൊക്കെ മാതൃ സൺഡേ സ്കൂളായിരുന്നു. അവിടുത്തെ ഞാനിപ്പോൾ എൻ്റെ ചെറുപ്പകാലത്ത് എപ്പോഴും ഓർക്കുന്നതാണ്. 12 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ കുട്ടികളെല്ലാവരും സൺഡേ സ്കൂളിൽ പഠിപ്പിക്കാനായിട്ട് കയറും. ചെറിയ ക്ലാസ്സുകളൊക്കെയാണ് അവർക്ക് കിട്ടുന്നത്. അതൊരു സന്തോഷമാണ്. കുഞ്ഞു പിള്ളേർ സൺഡേ സ്കൂളിൽ ചേരുമ്പോൾ അവർക്കും ഒരു സന്തോഷമാണ്. ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെയാണ് വിശ്വാസം പഠിപ്പിക്കുന്നത്. അത് വലിയൊരു ഫോർമേഷനാണ്. ഞാനിപ്പോഴും ഓർക്കുന്നു, ചെത്തിപ്പുഴ പള്ളിയുടെ സിമിത്തേരിയിൽ ഒരു ചാപ്പലുണ്ട്. ആ ചാപ്പലിനകത്താണ് കുഞ്ഞു പിള്ളേർക്ക് 2ാമത്തെ പീരീഡ് ആകുമ്പോൾ എന്തെങ്കിലും കളികളുമൊക്കെ ആയിട്ട് പോകുന്നത്. ഞങ്ങളെ കളികളൊക്കെ കളിപ്പിച്ചുകൊണ്ടിരുന്നത് ഈ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെയാണ്. അവർ വളരെ തീക്ഷ്ണം. അത് വലിയൊരു സാക്ഷ്യമാണ്. അപ്പോൾ നമ്മുടെ ഇടവകയിലും തീർച്ചയായിട്ടും ആ ഒരു സാക്ഷ്യം ഉണ്ടാകണം. നമ്മുടെ യുവജനങ്ങൾ മതാധ്യാപക രംഗത്തേക്ക്, വിശ്വാസ പരിശീലന രംഗത്തേക്ക് കടന്നു വരണം. അതിന് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വാർഷികങ്ങളൊക്കെ നമ്മളെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കാൻ. 2ാമത്തത് വിശ്വാസോത്സവത്തിൻ്റെ സമാപനമാണ്. വിശ്വാസോത്സവത്തിൻ്റെ ഈ പ്രാവശ്യത്തെ തീം കുടുംബമായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ 1 മുതലുള്ള ആദ്യത്തെ ദിവസങ്ങളിൽ കുടുംബത്തിൽ ചെലവഴിക്കണമെന്നുള്ളൊരു സന്ദേശം നൽകി. എനിക്ക് തോന്നുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒത്തിരിയേറെ ഈ ഒരു മെസ്സേജ് സ്വീകരിക്കുവാനായിട്ട് സാധിച്ചത്. നമ്മളായിരിക്കുന്നിടത്ത് ഒരു കുടുംബം ഉണ്ടാക്കണമെന്നുള്ള സന്ദേശമാണ് അവർക്ക് പറഞ്ഞു കൊടുത്തത്. അതിന് മാതൃകയായിട്ട് നമ്മൾ പഠിപ്പിച്ചത് ത്രിയേക ദൈവത്തിൻ്റെ കുടുംബമാണ്. ട്രിനിറ്റിയുടെ ഐക്കൺ വെച്ച് നമ്മൾ ദൈവശാസ്ത്രം പഠിപ്പിച്ചു. എന്നാൽ അതേസമയം ആ ഒരു പ്രത്യേക കൂട്ടായ്മയിൽ കുടുംബാരൂപി എല്ലായിടത്തും ഉണ്ടാകണം. 1ാമത്തത് അവരോട് പറഞ്ഞത്, കുടുംബം എങ്ങനെ, നമ്മളായിരിക്കുന്ന കുടുംബം എങ്ങനെ സന്തോഷകരമാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. അവരായിരിക്കുന്ന കുടുംബം, നമ്മുടെ മാതാപിതാക്കളൊക്കെ ഇരിപ്പുണ്ട്. ചിലപ്പോഴെങ്കിലും നമുക്കൊക്കെ അറിയാം, നമ്മുടെ കുടുംബമൊന്നും വലിയ സന്തോഷമില്ലാതെ പോകാറുണ്ട്. അച്ഛൻ എപ്പോഴും ഇവിടെ ആഘോഷങ്ങളൊക്കെ വെക്കുമ്പോൾ പൊതുവെ അച്ഛനെ കുറിച്ച് എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, ആഘോഷങ്ങൾ കൂടുതലാണ്. ആഘോഷങ്ങൾ കൂടുതലാക്കുന്നതിനൊരു കാരണമെന്ന് പറയുന്നത് ആഘോഷത്തിനകത്തൊരു ആത്മീയതയുണ്ട്. കുടുംബം ഒരുമിച്ച് സന്തോഷിക്കാനായിട്ട് ഇന്നത്തെ ലോകത്തിൽ എല്ലാവരും തിരക്കിലാണ്. കഴിഞ്ഞ ദിവസം മല്ലപ്പള്ളി ഫെസ്റ്റിന് നമ്മൾ ഇവിടുന്ന് ഇടവകയിലെ വികാരിച്ചനും കൈക്കാരന്മാരും കുട്ടികളും മാതാപിതാക്കളും ഒക്കെ കൂടി നമ്മൾ പോയപ്പോൾ പലരും എന്നോട് പറഞ്ഞു, നമ്മുടെ നാടൊരു വെസ്റ്റേൺ കൾച്ചറിലേക്ക് പോവുകയാണെന്ന് പറയുന്നത് ഒരു നല്ലൊരു നിരീക്ഷണമാണ്. കാരണം നമ്മുടെ കുടുംബത്തിനകത്ത് സന്തോഷിക്കാനായിട്ടുള്ള മേഖലകളൊന്നുമില്ല. പണ്ട് മാതാപിതാക്കളും മക്കളും ഒക്കെ ഒരുമിച്ചിരുന്ന് കളിക്കുകയും ചിരിക്കുകയും സന്തോഷിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു അവധി ദിവസം കിട്ടിക്കഴിഞ്ഞാൽ, ഭർത്താവിന് ഒരു അവധി ദിവസം കിട്ടിക്കഴിഞ്ഞാൽ ഭർത്താവ് ഭാര്യയോട് പറയും, നാളെ അവധിയാണ്, ഞാൻ വീട്ടിലുണ്ട്. ഭാര്യ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ വൈകുന്നേരം വരെ വീട്ടിലൊരു ഉല്ലാസമാണ്. ക്രിസ്മസിനൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, അച്ഛൻ്റെ വീട്ടിൽ പറമ്പിൽ വാഴത്തോട്ടത്തിൽ അതൊരു രസമാണ്. എന്നാൽ എല്ലാ ദിവസവും വീട്ടിനകത്തല്ലേ ഭക്ഷണം കഴിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്മസ് ആകുമ്പോൾ വാഴത്തോട്ടത്തിലാണ് ഭക്ഷണം കഴിക്കുന്നത്. ഒരു മേശയും കസേരയൊക്കെ കൊണ്ടുപോയിട്ട് അപ്പനും മക്കളും ഒക്കെ കൂടി ഇരുന്ന ഒരു നേരത്തെ ഭക്ഷണം. ഞങ്ങൾക്ക് അതിനകത്ത് ഭയങ്കര ഒരു ടേസ്റ്റായിരുന്നു. സാധാരണ ഭക്ഷണമൊക്കെ തന്നെയായിരിക്കും, പക്ഷേ ആ വാഴത്തോട്ടത്തിൽ ക്രിസ്മസിനുള്ള ഇപ്പോഴും ക്രിസ്മസ് ഒക്കെ വരുമ്പോഴത്തേനും ഇവിടെ വാഴത്തോട്ടം ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇതൊന്നും ആഘോഷിക്കാൻ പറ്റുന്നില്ല. അതൊരു രസമാണ്, ഒരു കുടുംബത്തിൻ്റെ ഒരു സന്തോഷം. അങ്ങനെ കുടുംബത്തിൻ്റെതായിട്ടുള്ള ഒരു രസങ്ങൾ നമുക്ക് ഉണ്ടാകണം. മക്കൾക്ക് കുടുംബത്തിലായിരിക്കാനായിട്ടൊരു, അതുകൊണ്ടാണ് അവധിക്കാലങ്ങളിൽ ടൂറിനൊക്കെ പോകണമെന്ന് പറയുന്നത്. ഏറ്റവും കുറഞ്ഞത് നമ്മുടെ കുളത്തൂർമൊഴിയിലെ തൂക്കുപാലത്തിലെങ്കിലും പോകണമെന്ന് വെച്ചാൽ പറയുന്നത്. ഇവിടെ ആരെങ്കിലും ഗസ്റ്റായിട്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവരെയെല്ലാം ഞാൻ തൂക്കുപാലം കൊണ്ട് കാണിക്കാറുണ്ട്. കാരണം നമുക്ക് ഒരുമിച്ച് സന്തോഷിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ്. കഴിഞ്ഞ ദിവസം അച്ഛൻ്റെ BEd തീർന്നപ്പോൾ BEd സ്റ്റുഡൻസ് എല്ലാം കൂടി ഇവിടെ വന്നായിരുന്നു. അപ്പം ആ കൂട്ടത്തിലൊരു പെൺകുട്ടി, പ്രഗ്നൻ്റ് ആയിട്ടുള്ളൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവളുടെ മാം ടു ബി അത് ഇവിടെ ആഘോഷിക്കുന്നു. ഇപ്പോഴത്തെ പുതിയ ആഘോഷങ്ങളൊക്കെയാണ്, പഴയ ഒരാൾക്ക് അറിയത്തില്ലായിരിക്കും. അങ്ങനെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള അവർക്ക് കേക്കൊക്കെ മുറിച്ച് അവരുടെ കുഞ്ഞിനെ വരവേൽക്കുന്ന ഒരു ചടങ്ങാണ്. അപ്പോൾ ഈ പ്രാവശ്യം നമ്മുടെ പള്ളിമേടയിലാണ് അത് ആഘോഷിച്ചത്. അപ്പം അവർ പറഞ്ഞു, അച്ഛാ ആദ്യമായിട്ടാണ് ഒരു കേക്ക് മുറിക്കുന്നത്. പക്ഷെ ഇവിടെ ഇരിക്കുന്ന അമ്മച്ചിമാരും കേക്ക് മുറിച്ചിട്ടില്ലാത്തവർ കാണും.
അല്ലേ? കേക്ക് മുറിച്ചിട്ടില്ലാത്തവർ കാണും. ഇതുവരെ ബർത്ത്ഡേ കേക്ക് ഒന്നും മുറിച്ച് ഓർമ്മയിലേക്ക് ഇല്ലാത്ത ആളുകളുണ്ട്. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഞാനൊരു കേക്ക് മുറിക്കുന്നത്, എൻ്റെ ബർത്ത്ഡേ പോലും അങ്ങനെ ആഘോഷിച്ച് ഒരു അനുഭവമില്ല. ഒരു ഹിന്ദു പെൺകുട്ടിയാണ് അവൾ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ പള്ളിമേടയിലും ആദ്യമായിട്ടാണ് ഇങ്ങനൊരു മാം ടു ബി നടത്തുന്നത് പറഞ്ഞു. അപ്പം നമ്മളായിരിക്കുന്നിടത്ത് ഒരു സന്തോഷം ഉണ്ടാകണം, അത് കുടുംബത്തിൻ്റെ സന്തോഷമാണ്. വിദേശത്ത് നമ്മുടെ ദുബായ് നമുക്കറിയാം ഗ്ലോബൽ വില്ലേജ് ഉണ്ട്. അതായത് എല്ലാ രാജ്യങ്ങളിലേക്കുള്ള സാധനങ്ങളും ഒക്കെ ആയിട്ടുള്ള വലിയൊരു വില്ലേജ് എല്ലാ വർഷവും ഇല്ലെന്ന് തോന്നുന്നു അങ്ങനെ ഒരുക്കുന്നത്. അച്ഛൻ കഴിഞ്ഞ വർഷം അവിടെ പോയ സമയത്താണ് അവിടെ ഗ്ലോബൽ വില്ലേജ് നടക്കുന്നത്, കാണാനായിട്ടിടയായി. അതായത് ലോകം ഒരു ഗ്രാമമാണെന്നുള്ളൊരു കൺസെപ്റ്റാണ്. ഒരു സ്ഥലത്ത് പല പല രാജ്യങ്ങളിലെ വിഭവങ്ങളും അവിടുത്തെ വസ്ത്രങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു ഗ്ലോബൽ വില്ലേജ് നമ്മൾ പൊതുവെ പറയാറുള്ളതാണ്. പക്ഷെ വില്ലേജ് ആകുമ്പോൾ അല്ലെങ്കിൽ ഒരു മാർക്കറ്റ്, ഗ്ലോബൽ മാർക്കറ്റായിട്ട് ലോകത്തെ കാണുമ്പോൾ അത് വെറും കച്ചവട മനോഭാവം മാത്രമാണ്. എന്നാൽ ലോകത്തെ ഒരു ഗ്ലോബൽ ഫാമിലി ആയിട്ട്, ഒരു ആഗോള കുടുംബമായിട്ട് ലോകത്തെ കാണുമെങ്കിൽ അത് വലിയൊരു ലോകത്തിനുണ്ടാകുന്ന വലിയൊരു നന്മയാണ്. ലോകം മുഴുവൻ ഒരു കുടുംബമായി തീരുന്ന അവസ്ഥ. എന്നാൽ നമുക്കിന്നറിയാം, ഇന്ന് കുടുംബ സങ്കല്പങ്ങളെല്ലാം അല്ലെങ്കിൽ കുടുംബത്തിന്റെ പ്രാധാന്യമെല്ലാം, കുടുംബ സംസ്കാരമെല്ലാം ലോകം നിഷേധിച്ചു വരുന്ന നാളുകളാണ്. അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ ഈ ഇടവകയിൽ, ഈ ചെറിയ ഇടവകയിൽ, ഈ സായാഹ്നത്തിൽ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു, കുർബാന കഴിഞ്ഞ് എല്ലാവരും ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞ ഒരു ഭൂരിഭാഗം പേര് ഇങ്ങോട്ട് വരാനായിട്ട് മനസ്സ് കാണിച്ചത് നമ്മുടെ ഈ ഒരു കുടുംബ അനുഭവത്തിൽ നിന്നാണ്. അതുകൊണ്ട് ഒരു ഇടവക വളരണമെങ്കിൽ ആദ്യം അവിടെ ഒരു കുടുംബ അരൂപി ഉണ്ടാകണം. ഇടവക മാത്രമല്ല, കുടുംബമാണെങ്കിലും സമൂഹമാണെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്നിടത്തെല്ലാം ഒരു കുടുംബം രൂപപ്പെടുത്തണം എന്നുള്ള വലിയൊരു സന്ദേശമാണ് വിശ്വാസോത്സവത്തിൽ കാറ്റ് വീട്ടിലെ കൂട്ടുകാർ എന്ന പേരിലുള്ള ഈ വർഷത്തെ വിശ്വാസോത്സവത്തിന് കുട്ടികൾക്ക് നമ്മൾ കൊടുത്ത ഒരു സന്ദേശം. ആ സന്ദേശത്തിൽ ജീവിക്കുവാനായിട്ട് മാതാപിതാക്കളും കുടുംബത്തിൽ കുട്ടികൾക്ക് അവസരമൊരുക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ സ്വാഗത പ്രസംഗത്തിലേക്ക് അടക്കുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അച്ഛൻ ഡീക്കനായിട്ട് ഒരു പ്രാർത്ഥനാ കുർബാനയ്ക്ക് ഇവിടെ വന്നിരുന്നു. അന്ന് ഇവിടുത്തെ പല കുട്ടികളും എന്നോട് പറഞ്ഞു, ആദ്യമായിട്ടാണ് ഒരു ഡീക്കനെ കാണുന്നതെന്ന്. പല പിള്ളേരും പറഞ്ഞു, ഡീക്കനെ ഇതുവരെ കണ്ടിട്ടില്ല, കേട്ടിട്ടുണ്ട്, പക്ഷെ ഇതാണ് ഡീക്കൻ എന്ന് പറയുന്നത്. ഇന്ന് ഡീക്കനല്ല, അച്ഛനായി, വെറും അച്ഛനായിട്ടല്ല, നമ്മുടെ അതിരൂപതയുടെ സന്ദേശ നിലയത്തിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് ബഹുമാനപ്പെട്ട സാദരച്ചൻ ഇവിടെ വന്നിരിക്കുന്നത്. അച്ഛനെ ഈ വെട്ടിക്കൽ പുരയുടെ കുടുംബത്തിലേക്ക് ഒത്തിരി ആദരവോടുകൂടി സ്വാഗതം ചെയ്തു. ബഹുമാനപ്പെട്ട ഡെയ്സമ്മ ടീച്ചറാണ്. ടീച്ചർ അഡ്വക്കേറ്റാണ്. നമ്മുടെ മാവേലിൽ കുടുംബത്തിൽപ്പെട്ട ആളാണ് ടീച്ചർ. ടീച്ചറിൻ്റെ അപ്പൻ്റെ ഭവനമാണ് ഈ വെട്ടിക്കൽ പുരയെടുത്ത് ഉള്ളത്. നമ്മുടെ പ്രോഗ്രാമുകളൊക്കെ വാട്സപ്പിലൊക്കെ കാണുമ്പോൾ ടീച്ചർ ഒത്തിരി സന്തോഷത്തോടുകൂടി എന്നെ വിളിച്ച് ഈ ഒരു സന്തോഷം പങ്കുവയ്ക്കാറുണ്ട്. ടീച്ചറിന് ഈ വെട്ടിക്കൽ പുരയുടെ ഒരു കുടുംബമായിട്ട് ഫീൽ ചെയ്യുന്നത് കൊണ്ടാണ് ആ ഒരു ഗൃഹാതുരത്വം ഉണ്ടാകുകയും ഈ കുടുംബത്തോടുള്ളൊരു സ്നേഹമൊക്കെ ഇപ്പോഴും ടീച്ചറിൻ്റെ മനസ്സിലുള്ളത്. പിന്നെ നമ്മുടെ ഈ വാർഷിക സമ്മേളനത്തിലേക്ക് ടീച്ചറിനെ വിളിക്കാനായിട്ടുള്ള ഒരു കാരണം, ടീച്ചറിൻ്റെ അധ്യാപനം, എൻ്റെയും അധ്യാപികയാണ്. എന്നെ +2, +1, +2 കാലയളവിൽ മലയാളം പഠിപ്പിച്ച ടീച്ചറാണ്. അതിനു മുമ്പ് പല സംഘടനകളിലൂടെയൊക്കെ എൻ്റെ ഗുരുനാഥയാണ്. പഠനമൊക്കെ കഴിഞ്ഞ് ടീച്ചറിൻ്റെ അധ്യാപന വൃത്തി കഴിഞ്ഞ് റിട്ടയർഡ് ആയതിനു ശേഷം LLB പഠിച്ച് അഡ്വക്കേറ്റായിട്ട് ഇന്ന് ചങ്ങനാശ്ശേരി കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നയാളാണ് ബഹുമാനപ്പെട്ട ഡെയ്സമ്മ ടീച്ചർ. ടീച്ചർ നല്ല ഒരു പ്രാസംഗികയും അതോടൊപ്പം തന്നെ സാഹിത്യകാരിയും ഒക്കെയാണ്. ടീച്ചറിൻ്റെ മലയാള ക്ലാസ്സുകളൊക്കെ ഞങ്ങൾ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഇന്ന് ഇവിടേക്ക് വരാനായിട്ട് കാരണം, ഒന്ന്, ഈ ടീച്ചർ നൽകുന്ന ഒരു മെസ്സേജ് എനിക്ക് തോന്നുന്നത്, റിട്ടയർഡൊക്കെ ആയി കഴിഞ്ഞിട്ട് വീണ്ടും പഠിക്കുവാനും അഡ്വക്കേറ്റ് ആകുവാനും. നമുക്കറിയാം, അച്ഛനൊരു BEd പഠിച്ചപ്പോൾ അച്ഛന് മനസ്സിലായി, അച്ഛനായി കഴിഞ്ഞൊരു 6 വർഷം പഠിക്കാതിരുന്നിട്ട് പിന്നെ കോളേജിൽ പോയപ്പോൾ അച്ഛൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ അറിയാം. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഒരു അധ്യാപന വൃത്തിയും ഒക്കെ കഴിഞ്ഞ് കുടുംബജീവിതത്തിൻ്റെയും ഒക്കെ മക്കളെയൊക്കെ കെട്ടിച്ചെല്ലാം വിട്ടതിന് ശേഷം വീണ്ടും ഒരു പഠനത്തിലേക്ക് പോയി അഡ്വക്കേറ്റായിട്ട്, അത് തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പ്രചോദനമാണ് തോന്നുകയാണ് പഠിക്കാൻ. നമ്മുടെ ഇടവകയിലും ഒരു അഡ്വക്കേറ്റ് ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ 6ാം റാങ്ക് കരസ്ഥമാക്കി ടെസ്സിൽ. ഇനി നമ്മുടെ പല കുട്ടികൾക്കും അഡ്വക്കേറ്റ് ആകണമെന്ന് ആഗ്രഹമുള്ള കുഞ്ഞു കുട്ടികൾ നമ്മുടെ ഇടവകയിൽ ഇരിപ്പുണ്ട്. അവർ അഡ്വക്കേറ്റ് ആകട്ടെ. അവർക്ക് മാത്രമല്ല, കുടുംബജീവിതമൊക്കെ കഴിഞ്ഞ് എല്ലാം തീർന്നെന്ന് പറഞ്ഞിരിക്കുന്ന ഇവിടുത്തെ അമ്മച്ചിമാർക്കും
LLB പഠിക്കാനായിട്ട് അവസരമുണ്ട് എന്നുള്ള കാര്യം കൂടി ടീച്ചറിനെ കാണിച്ചുകൊണ്ട്, മാതൃകയായി കാണിച്ചുകൊണ്ട് അച്ഛൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇന്ന് നമ്മുടെ ഈ മുഖ്യാതിഥിയായി കടന്നു വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട ഡേസ്മ ടീച്ചറിനെ ഒത്തിരി ആദരവോടുകൂടി വെട്ടിക്കൽ പുരയിടത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മുമ്പ് സാറ് നമ്മുടെ കഴിഞ്ഞ വാർഷിക സമ്മേളനത്തിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. സാർ ഒരു നല്ല സൺഡേ സ്കൂൾ അധ്യാപകനാണ്. നമ്മുടെ കുഞ്ഞുങ്ങളോട് സാറിന് ഒരു പ്രത്യേകമായ സ്നേഹമുണ്ട്. അവരുടെ ഉയർച്ച കണ്ട് സന്തോഷിക്കുന്നയാളാണ്. പൗലോസ്ലീഹ പറഞ്ഞതുപോലെ അപ്പോളോസ് ഞാൻ നട്ടു, അപ്പോളോസ് നനച്ചു, എന്നാൽ കർത്താവാണ് എല്ലാത്തിൻ്റെയും അവകാശി എന്ന് പറയുന്നത് പോലെ സാറ് നട്ടതാണ് ഇപ്പോൾ അച്ഛൻ കൊയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ സൺഡേ സ്കൂളിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് വായ്പൂരെ നമ്മുടെ സൺഡേ സ്കൂൾ തന്നെയാണ്. ആ ഒരു ബന്ധമൊക്കെ ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്. നമ്മുടെ അധ്യാപകർക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ അത് സാറിനോട് ചോദിച്ചാണ് സൺഡേ സ്കൂൾ പരമായ കാര്യങ്ങൾ അവർ പരിഹരിക്കുന്നത്. ഇന്ന് നമ്മുടെ വാർഷിക സമ്മേളനത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന സാറിനെ ഒത്തിരി സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സൺഡേ സ്കൂൾ അധ്യാപകരും അതോടൊപ്പം തന്നെ നമ്മുടെ സൺഡേ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ ആയിട്ടുള്ള CT സേവർ സാർ, അവർ രണ്ട് കൂട്ടരെയും കൂടെ ഒരുമിച്ച് പറയാനായിട്ടാണ് അച്ഛൻ ആഗ്രഹിക്കുന്നത്. ഒരു യൂണിറ്റാണ് നമ്മുടെ ഈ ചെറിയ സൺഡേ സ്കൂളിന്. ഞാൻ ഓർക്കുകയാണ്, അതിരൂപതയിൽ നിന്ന് ചില നിബന്ധനകളൊക്കെ ഉണ്ട്. ചില കോഴ്സുകളൊക്കെ പഠിച്ചതിന് മാത്രമേ സൺഡേ സ്കൂൾ അധ്യാപകരാക്കാവുള്ളൂ. ഇവിടെ കോഴ്സ് പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട്, ഞങ്ങൾക്ക് കോമ്പറ്റീഷൻ ആയിട്ടില്ലാത്തതുകൊണ്ട് ഗപ്പൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും ഞങ്ങൾ 12 പേരുടെ അധ്യാപകരായിട്ട് ചാർജ് എടുത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട ജോമോനച്ഛൻ എടുത്തതാണ്. അവരിപ്പോഴും 2 വർഷമായിട്ട് നല്ല രീതിയിൽ ശുശ്രൂഷ ചെയ്തു തുടരുന്നു. ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ സാറിനെയും എല്ലാ അധ്യാപകരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇടയിലേക്ക് ബഹുമാനപ്പെട്ട ജെനി ഇരുപതിലച്ഛൻ. അച്ഛൻ മല്ലപ്പള്ളി പള്ളിയുടെ വികാരിയച്ഛനാണ്. അച്ഛൻ എൻ്റെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന എൻ്റെ സഹപാഠിയാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് BEd തുടങ്ങിയത്. അച്ഛൻ പഠിക്കാൻ എടുക്കാനായതുകൊണ്ട് അച്ഛൻ 1 വർഷം നേരത്തെ BEd പൂർത്തിയാക്കി. അച്ഛൻ ഇപ്പോൾ നെടുങ്കുന്നം CBSE സ്കൂളിൻ്റെ വൈസ് പ്രിൻസിപ്പാളായിട്ട് ശുശ്രൂഷ ചെയ്യുകയാണ്. കൂട്ടത്തിൽ മല്ലപ്പള്ളിയുടെ വികാരിയച്ഛനായിട്ട് ഈ അടുത്ത നാളുകളിൽ ചാർജ് എടുക്കുകയുണ്ടായി. അച്ഛൻ പല പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്, കുർബാന ചൊല്ലിയിട്ടുണ്ട്. ഇന്ന് ഞാൻ വിളിച്ചപ്പോഴും അച്ഛൻ തിരക്കൊക്കെ ഉണ്ടെങ്കിൽ കൂട്ടായ്മ കഴിഞ്ഞ് ഞാൻ ഓടിയെത്താമെന്ന് പറയുകയുണ്ടായി. ബഹുമാനപ്പെട്ട ജനിയച്ഛനെയും ഒത്തിരി സ്നേഹത്തോടുകൂടി വെട്ടിക്കൽ പുരയിടത്തിലേക്ക് സ്വാഗതം ചെയ്തിരിക്കുന്ന എല്ലാ മാതാപിതാക്കന്മാരെയും കൈക്കാരന്മാരെയും കപ്പ്യാരച്ഛനെയും വെട്ടിക്കൽ പുരയിടത്തിലെ കുടുംബാംഗങ്ങളെ എല്ലാവരെയും, അച്ഛനെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെയും ഈ വാർഷികാഘോഷത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഭരണസമിതി ബഹുമാനപ്പെട്ട ജോൺസൺ ചാലക്കലച്ചൻ ഡയറക്ടറായും ശ്രീമാൻ CT സേവ്യർ കരിപ്പൂർ HM-ആയും ശ്രീമതി റെനി ജോസ് പ്രാക്കൂട്ടത്തിൽ സ്റ്റാഫ് സെക്രട്ടറിയായും ശ്രീമതി ആൽഫി ടിജ മാവേലിൽ ഓഫീസ് സെക്രട്ടറിയായും സേവനമനുഷ്ഠിക്കുന്നു. പ്രവേശനോത്സവം അധ്യയന വർഷം 28/5/23 ബഹുമാനപ്പെട്ട ഡയറക്ടർ ജോൺസൺ അച്ഛൻ തിരിതെളിച്ച് സൺഡേ സ്കൂൾ പ്രവർത്തന വർഷം ഉദ്ഘാടനം ചെയ്തു. തിരുപ്പാല സഖ്യത്തിലേക്ക് 2 കുട്ടികളും 1-ാം ക്ലാസ്സിലേക്ക് 3 കുട്ടികളും 2-ാം ക്ലാസ്സിലേക്ക് 1 കുട്ടിയും 11-ാം ക്ലാസ്സിലേക്ക് 1 കുട്ടിയും പുതുതായി കടന്നു വന്നു. സൺഡേ സ്കൂൾ കുടുംബത്തിലേക്ക് കടന്നു വന്ന എല്ലാവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു. തുടർന്ന് അധ്യാപകർ കുട്ടികൾക്ക് ക്ലാസ് കയറ്റം നൽകി വേണ്ട നിർദ്ദേശങ്ങളും നൽകി. ഈ കുടുംബത്തിൽ ഈ വർഷം 53 കുട്ടികൾ വിശ്വാസ പരിശീലനം നേടിവരുന്നു. സൺഡേ സ്കൂൾ ലീഡർമാരായി ഏഞ്ചല മാവേലിലും സ്റ്റെലിൻ തളികപ്പറമ്പിലും, മിഷൻ ലീഗ് ലീഡർമാരായി സാവിയോ മാവേലിലും ഡയാന മാവേലിലും പ്രവർത്തിക്കുന്നു. 31/5/23 ബഹുമാനപ്പെട്ട ജൂഡച്ചന്റെ കാർമ്മികത്വത്തിൽ ദിവ്യബലി അർപ്പിക്കുകയും കുട്ടികൾക്കായി പ്രത്യേക ആരാധനയും പ്രാർത്ഥനയും കൈവപ്പ് ശുശ്രൂഷയും നടത്തി കുട്ടികളെ ഈ അധ്യയന വർഷത്തിലേക്ക് കൈപിടിച്ചു നടത്തി. പ്രവർത്തന രീതി 6:30 സപ്ര, 6:45 ഗാനപരിശീലനം, 7 വിശുദ്ധ കുർബാന. കുർബാനയ്ക്ക് ശേഷം അസംബ്ലി നടത്തപ്പെടുകയും വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നു. തുടർന്നുള്ള ബ്രേക്കിന് ശേഷം 9:30 മുതൽ 10:45 വരെ വിശ്വാസ പരിശീലനം നടത്തപ്പെടുന്നു. ഓരോ ആഴ്ചയിലെയും വിശുദ്ധ കുർബാന മധ്യയുള്ള വായനകൾ ഓരോ കൂട്ടായ്മയിലെയും കുട്ടികൾ ഏറ്റെടുക്കുന്നു. മിഷൻ ലീഗ് 11/6/23 മിഷൻ ലീഗിന്റെ ഇടവകതല ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ജോൺസൺ അച്ഛൻ തിരിതെളിച്ച് നിർവഹിച്ചു. കുട്ടികൾ കിരീടമണിഞ്ഞ് മിഷൻ ലീഗിന്റെ സ്വർഗീയ മധ്യസ്ഥതയുടെ രൂപത്തിനു മുമ്പിൽ പൂക്കളർപ്പിച്ച് ഡീക്കൻ അച്ഛനിൽ നിന്നും ബാഡ്ജുകൾ ഏറ്റുവാങ്ങി.
നമ്മുടെ ദേവാലയത്തിലെ ഈശോയുടെ തിരുക്കല്ലറയായ ബലിപീഠത്തിൽ ദിവ്യബലി അർപ്പിക്കുന്ന വൈദികരോട് ചേർന്ന് സ്വർഗത്തിലെ മാലാഖമാരായി നവവൃന്ദങ്ങളോടൊത്ത് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുവാനായി ബഹുമാനപ്പെട്ട വികാരിയച്ഛന്റെ കൈവപ്പ് ശുശ്രൂഷ വഴി അൾത്താര ബാലന്മാരായി ശുശ്രൂഷ ചെയ്യുവാൻ ആൽഫി പ്ലാക്കൂട്ടത്തിൽ, ആൻജോ കരിപ്പൂർ, അമൽ പ്ലാക്കൂട്ടത്തിൽ എന്നിവർ നിയോഗിക്കപ്പെടുകയും തിരുവസ്ത്രങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു. സ്വീകരണം 4/5/2023 അഭിമന്യ തോമസ് തറയിൽ പിതാവ് കുട്ടികളുടെ പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണത്തിനായി എത്തിച്ചേർന്നു. അന്നേ ദിവസം ആത്മസ്ഥിതി നവീകരണ വർഷം തിരിതെളിച്ച് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. 2/7 റവറന്റ് ഫാദർ ഷാജി തുമ്പച്ചിറയുടെ അധ്യക്ഷതയിൽ ദുഃഖാന രാവ് നടത്തി. കുട്ടികളുടെ സംഗീത ശില്പം, ഗുരുചരണം, റംബാൻ പാട്ട്, മെറിറ്റ് ഈവനിംഗ് എന്നിവയും നടന്നു. 30/7 ഫാദർ ആന്റണി തറക്കുന്നേൽ ദിവ്യബലി അർപ്പിച്ചു. 3/9 റവറന്റ് ഫാദർ ഷാജി തുമ്പച്ചിറ നമ്മുടെ ദേവാലയത്തിൽ ദിവ്യബലി അർപ്പിക്കുകയും കുട്ടികൾക്ക് തിരുത്തലുകളും നിർദ്ദേശങ്ങളും നൽകുകയും ചെയ്തു. 19/11 ജെറുസലേം പാത്രിയാർക്കി ശ്രീകാർ മാത്യൂസ് മോർ തിമോത്തിയോസ് വജ്ര ജൂബിലി ഉദ്ഘാടനം ചെയ്തു. 3/12 CMC സിസ്റ്റേഴ്സ് കുട്ടികൾക്ക് പരിശീലനം നൽകി. 7/1/24 ശംഷാബാദ് രൂപതാ മെത്രാൻ മാർ തോമസ് പാടിയത്ത് നമുക്കായി ദിവ്യബലി അർപ്പിക്കുകയും വിവാഹത്തിന്റെ 50 വർഷങ്ങൾ പൂർത്തിയാക്കിയവരെ ആദരിക്കുകയും ചെയ്തു. 21/1/24 അഭിമന്യമാർ ജോർജ് ആലഞ്ചേരി പിതാവ് ജൂബിലി വർഷത്തിലെ തിരുനാൾ കുർബാനയ്ക്ക് നേതൃത്വം വഹിച്ചു. യാത്രയായ 11/6/23 നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വന്ന് ശുശ്രൂഷകൾ ചെയ്ത് 17/9 മടങ്ങിപ്പോയ രാമനാഥപുരം രൂപതാംഗം ഡീക്കൻ ലിജോയ്ക്ക് വികാരിയച്ഛനും അധ്യാപകരും കുട്ടികളും ഇടവക ജനവും ചേർന്ന് യാത്രയയപ്പ് നൽകി. 1/10 വിശ്വാസ പരിശീലനത്തിനും സഹായത്തിനുമായി എത്തിച്ചേർന്ന കാഞ്ഞിരപ്പള്ളി രൂപതാംഗം ബ്രദർ അലൻ മണ്ഡപത്തിൽ ശുശ്രൂഷകൾക്ക് ശേഷം 17/2 യാത്രയയപ്പ് നൽകി. ലഹരി വിരുദ്ധ ദിനം 25/6/23 കുട്ടികളുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു. ഡീക്കൻ അച്ഛൻ ചൊല്ലിക്കൊടുത്ത പ്രതിജ്ഞ കുട്ടികൾ ഏറ്റുചൊല്ലിയ ശേഷം തിരുബാല സഖ്യത്തിലെ കുട്ടികൾ ലഹരി വിരുദ്ധ മുദ്രാവാക്യങ്ങൾ എഴുതിയ പ്ലേക്കാർഡുകളും മറ്റു കുട്ടികൾ വചനം എഴുതിയ പ്ലേക്കാർഡുകളും ഏന്തി മുദ്രാവാക്യങ്ങൾ മുഴക്കി റാലി നടത്തിയ ശേഷം ഫ്ലാഷ് മോബും നടത്തി. തിരുനാളുകൾ 4/6/23 പരിശുദ്ധ ത്രിത്വത്തിന്റെ തിരുനാൾ നടത്തപ്പെട്ടു. 8/6 പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആചരിച്ച് ദിവ്യകാരുണ്യ പ്രദക്ഷിണം ദേവാലയത്തിനു ചുറ്റും നടത്തപ്പെട്ടു. 3/7/23 ബഹുമാനപ്പെട്ട ചാക്കപ്പനച്ഛന്റെ കാർമ്മികത്വത്തിൽ റാസാ കുർബാന അർപ്പിച്ച് ദുഃഖാന തിരുനാൾ ആചരിച്ചു. 15/7 കർമ്മലമാതാവിന്റെ തിരുനാൾ ആചരിച്ച് നന്മണ ഒരുക്കമായി ഉത്തരീയം ധരിപ്പിച്ചു. 15/8 സ്വാതന്ത്ര്യ ദിനവും മാതാവിന്റെ സ്വർഗാരോഹണ തിരുനാളും ആചരിച്ചു. 8/9 മാതാവിന്റെ പിറവി തിരുനാൾ സാഘോഷം കൊണ്ടാടി. മാതാവിന്റെ പിറവി തിരുനാൾ കുട്ടികളുടെ നേതൃത്വത്തിൽ മാതാവിന്റെ പിറവി തിരുനാൾ ആഘോഷപൂർവ്വം കൊണ്ടാടി. തിരുനാൾ ദിവസങ്ങളിൽ മുൻ വികാരിമാർ ദിവ്യബലി അർപ്പിച്ചു. 1/9 പ്രസിഡന്റി വാഴ്ചയും രൂപം പ്രതിഷ്ഠിക്കലും കൊടിയേറ്റും പൊതു ഓഫീസും നടത്തപ്പെട്ടു. 6/9 ജപമാല പ്രദക്ഷിണം മേത്താനം ചുറ്റി ആനപ്പാറയിൽ ലതിഞ്ഞും കാപ്പി സൽക്കാരവും നടത്തി പള്ളിയിൽ തിരികെ എത്തി. മാതാവിന്റെ രൂപം വഹിച്ചത് മാതാക്കളായിരുന്നു. 8/9 ആഘോഷപൂർവമായ തിരുനാൾ കുർബാനയും പള്ളി ചുറ്റിയുള്ള പ്രദക്ഷിണവും കൊടിയിറക്കും നേർച്ച സാധനങ്ങളുടെ ലേലവും ആകാശവിസ്മയവും അമ്മയ്ക്കൊരു താരാട്ടെന്നർത്ഥമുള്ള ലല്ലബി എന്ന മരിയൻ നൈറ്റും നടത്തപ്പെട്ടു. മരിയൻ നൈറ്റിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ഡയറക്ടർ അച്ഛൻ നിർവഹിച്ചു. മേരി നാമധാരികൾ ചേർന്ന് കേക്ക് മുറിച്ച് മധുരം പങ്കുവച്ച് തിരുനാൾ സമാപിച്ചു. 14/9 കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ ആചരിച്ചു. 29/9 മാലാഖമാരുടെ തിരുനാൾ ആചരിക്കുകയും ബഹുമാനപ്പെട്ട ജോൺസൺ ചാലക്കൽ അച്ഛൻ മാലാഖമാരെ പരിചയപ്പെടുത്തുകയും ചെയ്തു. 5/11 മിഷൻ സൺഡേ ആചരിച്ചു. കുട്ടികളുടെ നേതൃത്വത്തിൽ ശേഖരിച്ച ഉൽപ്പന്നങ്ങൾ ലേലം വിളിച്ചു.
ഗെയിമുകളും വിപണനവും ലബോറട്ടറിയും പ്രവർത്തിച്ചു. 26/11 മിശിഹായുടെ രാജ്യത്വ തിരുനാൾ ആചരിച്ചു. ക്രൂശിക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട മിശിഹ ഉയർത്തെഴുന്നേറ്റ് മഹത്വത്തിന്റെ രാജാവായി സ്വർഗത്തിലേക്ക് കരയേറി ദൈവത്തിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി എല്ലാറ്റിൻ്റെയും മേൽ ഭരണം നടത്തുന്നു. രാജാവും വിധിയാളനുമായ മിശിഹായുടെ രണ്ടാം വരവ് അന്ത്യവിധി, മരണം, നരകം, സ്വർഗം എന്നീ നിത്യസത്യങ്ങളെ നമ്മുടെ ചിന്തയ്ക്ക് വിഷയീഭവിപ്പിക്കുന്നു. ഇന്നേ ദിനം രാജകീയ കിരീടം അണിയിക്കപ്പെട്ടു. 8/12 മറിയത്തിന്റെ അമലോത്ഭവ തിരുനാൾ ആചരിച്ചു. 18/12 അത്ഭുത ശ്ലീവായുടെ തിരുനാൾ ആചരിച്ചു. 20, 21, 22 തീയതികളിലായി ലോകരക്ഷകനായി മണ്ണിലേക്ക് അവതരിച്ച മിശിഹായെ ലോകത്തിന് വെളിപ്പെടുത്തുവാനായി ക്രിസ്മസ് സന്ദേശ യാത്ര നടത്തപ്പെട്ടു. കുട്ടികളുടെ ഫ്ലാഷ് മോബും ഉണ്ടായിരുന്നു. 24/12 യജ്ഞരാവ് നടത്തി. കുട്ടികളും അധ്യാപകരും സമ്മാനങ്ങൾ കൈമാറി. തുടർന്ന് തിരുപ്പിറവിയുടെ കർമ്മങ്ങൾ നടത്തപ്പെട്ടു. കുട്ടികളുടെ നേതൃത്വത്തിൽ പുൽക്കൂടും ട്രീയും അലങ്കരിച്ചു. 28/12 കുഞ്ഞിപ്പൈതങ്ങളുടെ തിരുനാൾ ആചരിച്ചു. 5/1/24 പെണ്ടികുത്തി തിരുനാളും 6/1 ദനഹ തിരുനാളും ആചരിച്ചു. മാമോദിസ സ്വീകരണത്തിനായി സഭ നിർദ്ദേശിച്ചിരിക്കുന്ന ദിനമായ ദുഃഖശനിയിൽ നമ്മുടെ ഇടവകയിൽ ഒരു മാമോദിസ നടത്തപ്പെട്ടു. 17/3 കുടുംബങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ ഔസേപിതാവിന്റെ തിരുനാൾ ആഘോഷിച്ചു. 31/3 ഉയർപ്പ് തിരുനാൾ ആഘോഷിച്ചു. തീർത്ഥാടനം, ഉല്ലാസയാത്ര. 5/8/23 വിശുദ്ധ അൽഫോൻസാമയുടെ ജന്മഗൃഹം. 10/9 കുന്നന്താനത്ത് നിന്നും സെഹിയാൻ ധ്യാന കേന്ദ്രത്തിലേക്ക് ജപമാല റാലി. 21/11 ചങ്ങനാശ്ശേരി കത്തീഡ്രൽ ദേവാലയത്തിൽ മൂറാൻ കൂദാശ. 22/4 കരുവള്ളിക്കാട് കുരിശുമല. 24/4 വാഗമൺ കുരിശുമല. 10/4 മുക്കാട്ടുകര സെന്റ് ജോർജ് ചർച്ച് ഡീക്കനച്ചന്റെ പൗരോഹിത്യ സ്വീകരണവും പരിശുദ്ധ കുർബാന അർപ്പണവും വിശുദ്ധ റാണി മരിയാമ്മയുടെ കബറിടം എന്നിവിടങ്ങളിൽ തീർത്ഥാടനം നടത്തി. 23/5/2023 തൃശൂർ മ്യൂസിയം, ഫാന്റസി പാർക്ക്, ഒല്ലൂർ വിശുദ്ധ ദേവപ്രാസ്യാമ്മയുടെ കബറിടം, 28/10 തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ ഉല്ലാസയാത്ര നടത്തി. സൺഡേ സ്കൂൾ കലോത്സവം. ഇടവകതല കലോത്സവം നടത്തി വിജയികളായവർ കൊറോണതല കലോത്സവത്തിൽ പങ്കെടുക്കുകയും കൊറോണ തലത്തിൽ സീനിയർ വിഭാഗം ജീവ ജോഷി കൊച്ചെഴുത്തിൽ പ്രസംഗ മത്സരത്തിൽ 1ാം സ്ഥാനവും ഉപന്യാസ മത്സരത്തിൽ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ജൂനിയർ വിഭാഗത്തിൽ ഗീതിക ജോസഫ് പുത്തൻവരയ്ക്കൽ ബൈബിൾ ക്വിസ് മത്സരത്തിൽ 1ാം സ്ഥാനവും ഉപന്യാസത്തിന് 3ാം സ്ഥാനവും കരസ്ഥമാക്കി. സി കാറ്റഗറിയിൽ 133 പോയിന്റുകളോടെ ഓവറോൾ കിരീടം നേടുവാൻ വെട്ടിക്കൽ പുഴയിടം സെന്റ് സെബാസ്റ്റ്യൻ സൺഡേ സ്കൂൾ കുടുംബത്തിന് സാധിച്ചു. പിതൃവേദി പ്രസംഗ മത്സരത്തിൽ HM CT സേവ്യർ കരിപ്പൂരിന് 3ാം സ്ഥാനം ലഭിച്ചു. 22/10 നടത്തിയ നവമാരിയ ക്വിസ് മത്സരത്തിൽ ഗീതിക പുത്തൻവരയ്ക്കൽ, ട്രീസ വട്ടരിയിൽ എന്നിവർക്ക് 2ാം സ്ഥാനം ലഭിച്ചു. സൺഡേ സ്കൂൾ പരീക്ഷ CRT വിസിറ്റിംഗ്. 1/8/23 കുട്ടികളുടെ 1ാം ടേം പരീക്ഷ നടന്നു. 15/8 വാചിക പരീക്ഷയും നടത്തി. 8/8 CRT മെമ്പർ സർ ജെയിംസ് സൺഡേ സ്കൂൾ സന്ദർശിക്കുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. 3/2/24 2ാം ടേം പരീക്ഷ നടത്തി. 11/2 വാചിക പരീക്ഷയും നടത്തി. 10/2 CRT 2ാമത് സന്ദർശനം നടത്തി. സൺഡേ സ്കൂൾ അധ്യാപകർ. 28/5 ബഹുമാനപ്പെട്ട ജോൺസൺ അച്ഛൻ്റെ നേതൃത്വത്തിൽ അധ്യാപകരുടെ മീറ്റിംഗ് വിളിച്ചുകൂട്ടി. ഓരോ ടീച്ചേഴ്സിൻ്റെയും ഉത്തരവാദിത്തങ്ങൾ നിർദ്ദേശിക്കുകയും ആത്മസ്ഥിതി നവീകരണ വർഷത്തിൽ ഓരോ അധ്യാപകർക്കും ഓരോ വിഷയങ്ങൾ നൽകുകയും ചെയ്തു. മാസത്തിലൊരിക്കൽ നടത്തുന്ന സെനക്കിൾ മീറ്റിൽ ഭവനങ്ങളിലെ അധ്യാപക കൂട്ടായ്മ മീറ്റിംഗിൽ വെച്ച് അരമണിക്കൂറിൽ കുറയാതെ ക്ലാസ് എടുക്കണമെന്ന് നിർദ്ദേശിച്ചു. എല്ലാ ആഴ്ചയിലും അധ്യാപകർ ഓഫീസിൽ ഒന്നിച്ചു കൂടി കാര്യങ്ങൾ തീരുമാനിക്കണമെന്നും ഓരോരുത്തരെയും ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ കൃത്യനിഷ്ഠ പാലിക്കണമെന്നും പറഞ്ഞു. എല്ലാ അധ്യാപകരും തങ്ങളാൽ കഴിയും വിധം ഭംഗിയായി ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നു. തിരുശേഷിപ്പുകൾ. ദൈവപരിപാലനയുടെ വജ്ര ജൂബിലി ഉദ്ഘാടനത്തോടനുബന്ധിച്ച്
ഭാരതസഭയിലെ വിശുദ്ധരായ വിശുദ്ധ എവുപ്രാസ്യാമ്മ, വിശുദ്ധ മറിയം ത്രേസ്യ, വിശുദ്ധ അൽഫോൻസാമ്മ, വിശുദ്ധ ചാവറിയച്ചൻ, വിശുദ്ധ തേവർപ്പറമ്പിൽ കുഞ്ഞച്ചൻ എന്നിവരുടെ തിരുശേഷിപ്പുകൾ അടങ്ങിയ അരുളിക്ക നമ്മുടെ ദേവാലയത്തിലെ താൽക്കാലികമായി നിർമ്മിച്ച പുണ്യവാന്മാരുടെ വീട് എന്നർത്ഥമുള്ള ബത്സഹദയിൽ നിത്യവണക്കത്തിനായി പ്രതിഷ്ഠിച്ചു. അന്നേ ദിവസം ഭരണങ്ങാനത്തു നിന്നും ബഹുമാനപ്പെട്ട ജോൺസൺ അച്ഛൻ്റെ നേതൃത്വത്തിൽ എത്തിച്ച തിരുശേഷിപ്പുകൾ അടങ്ങിയ അരുളിക്കയെ അതേ വിശുദ്ധരുടെ വേഷങ്ങൾ അണിഞ്ഞെത്തിയ കുട്ടികൾക്കൊപ്പം ഇടവക ജനം വായ്പൂർ മർത്തമറിയം പള്ളിയിൽ സ്വീകരിച്ച് പ്രതിഷ്ഠിച്ച് ദിവ്യബലി അർപ്പിച്ച ശേഷം ആഘോഷപൂർവ്വം നമ്മുടെ ദൈവാലയത്തിൽ എത്തിച്ചു വണങ്ങി അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നു. വിശ്വാസോത്സവം കാറ്റുവീട്ടിലെ കൂട്ടുകാർ. 5/4/24 സകല വിശുദ്ധരുടെയും തിരുനാൾ ദിനത്തിൽ സൺഡേ സ്കൂൾ കുട്ടികൾ മുഴുവൻ വിശുദ്ധരുടെ വേഷങ്ങൾ അണിഞ്ഞ് ഹോളി വിൻ ആചരിച്ച് വിശ്വാസോത്സവത്തിന് തുടക്കം കുറിച്ചു. 3 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് മത്സരബുദ്ധിയോടെ ആവേശപൂർവ്വം കുട്ടികൾ വിശ്വാസോത്സവത്തിൽ പങ്കെടുക്കുന്നു. 9 AM കുത്ത പ്രാർത്ഥനയോടെ ആരംഭം കുറിച്ച് ഗാനപരിശീലനവും നടത്തി വിശുദ്ധ കുർബാന അർപ്പിച്ച് 10:30 കുലുക്കി സമ്പത്ത് കുടിച്ച് 10:45 ക്ലാസുകൾ ആരംഭിക്കുന്നു. 12:30 ഉച്ചഭക്ഷണത്തിന് ശേഷം കൂടാരങ്ങളിൽ ആലോചന മീറ്റിംഗ് നടത്തുന്നു. തുടർന്ന് ഗെയിംസ് നടത്തി സ്കോറുകൾ പ്രഖ്യാപിച്ച് കാപ്പി സൽക്കാരത്തിന് ശേഷം പിരിയുന്നു. 10:04 തീർത്ഥാടനവും ഉല്ലാസയാത്രയും നടത്തി. 11:04 ബ്രദർ ബിബിൻ ചങ്ങനാശ്ശേരിയിൽ നിന്നും എത്തിയിരുന്നു. 12:04 ബസ്രൂഹ വിശ്വാസോത്സവം സ്പോർട്സ് മീറ്റ് 2024 നടത്തപ്പെട്ടു. മാർച്ച് പാസ്റ്റ്, സ്പോർട്സ് റാലി എന്നിവ നടത്തപ്പെട്ടു. 4:30 വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം മല്ലപ്പള്ളി ഫെസ്റ്റിന് കൾച്ചറൽ പ്രോഗ്രാമിനായി കുട്ടികളെ കൊണ്ടുപോയി. 15/4 വിശ്വാസോത്സവത്തിനും ഈ അധ്യയന വർഷത്തിനും സമാപനം കുറിച്ച് വാർഷികം ആഘോഷിക്കുന്നു. ഇനി നന്ദിയുടെ നിമിഷം. ഈ പ്രവർത്തന വർഷത്തിൽ സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കട്ടെ. പ്രത്യേകമായും ശ്ലാഹിക പാരമ്പര്യത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് മേലധികാരികൾക്ക് മുൻപിൽ ശിരസ് നമിച്ച് തൻ്റെ അജപാലന ദൗത്യം കൃത്യമായി നിർവഹിച്ച് തൻ്റെ ജനത്തിൻ്റെ പ്രത്യേകമായും കുഞ്ഞുങ്ങളുടെ കൈപിടിച്ച് നടത്തുന്ന ബഹുമാനപ്പെട്ട ജോൺസൺ ചാലക്കൽ അച്ഛന് ഹൃദയത്തിൻ്റെ ഉൾത്തുടിപ്പിൽ നിന്നും നന്ദിയുടെ നർമ്മലരുകൾ അർപ്പിക്കുന്നു. വിശ്വാസ പരിശീലനത്തിന് സഹായിക്കാനെത്തിയ ഡീക്കൻ ലിജോ, ബ്രദർ അലൻ, സിസ്റ്റർ മാഗി CMC എന്നിവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കട്ടെ. സൺഡേ സ്കൂളിൻ്റെ വളർച്ചയ്ക്കായി അക്ഷീണം പരിശ്രമിക്കുന്ന HMനും ഹൃദയത്തുടിപ്പിൽ നിന്നും നന്ദി. സഹ അധ്യാപകർ, കപ്പ്യാരച്ചൻ, കൈക്കാരന്മാർ എന്നിവരെയും കാറ്റുവീട്ടിലെ കൂട്ടുകാർക്ക് സഹായഹസ്തവുമായി എത്തിയ മാതൃജ്യോതിസ് അംഗങ്ങളായ സോജി, ഷിജി, മിനി, കുഞ്ഞുമോൾ എന്നിവർക്കും പ്രത്യേകമായി നന്ദി പറയുന്നു. ഈ ദിവസങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ ആഹാരം നൽകി സഹായിച്ച എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. ഈ റിപ്പോർട്ടിനായി ഇതുവരെയും ക്ഷമാപൂർവം കാതോർത്തിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറഞ്ഞ് ഈ റിപ്പോർട്ട് ഇവിടെ സമർപ്പിക്കട്ടെ. ബഹുമാനപ്പെട്ട ജോൺസൺ ചാലക്കൽ അച്ഛൻ,
നമ്മുടെ ഇന്നത്തെ വാർഷികത്തിൻ്റെ മുഖ്യ അതിഥി അഡ്വക്കേറ്റ് ടൈസമ്മ ജെയിംസ്, ബഹുമാനപ്പെട്ട ജെലിയച്ചൻ, അവിടെ തന്നെ ആശംസ പ്രസംഗം നടത്തുന്ന വായ്പൂർ സൺഡേ സ്കൂളിൻ്റെ മാസ്റ്റർ ജോസഫ് കന്നുപുറം സാറേ, വെട്ടിക്കൽ പുരയിടം സൺഡേ സ്കൂളിൻ്റെ മാസ്റ്റർ സേവ്യർ സാറ്, സ്നേഹം നിറഞ്ഞ മതാധ്യാപകരെ, മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ. വെട്ടിക്കൽ പുരയിടം എന്ന് ആദ്യം കേൾക്കുന്നത് ജോൺസൺ അച്ഛനിലൂടെയാണ്. ഇന്ന് ഡീക്കൻ ആയിരുന്നപ്പോൾ, അച്ഛനാകുന്നതിന് മുമ്പ് ഇവിടെ ഒരു കുർബാനയ്ക്ക് വന്നു. അന്ന് എന്നെ മുന്നോട്ട് നിർത്തി, ഇതാണ് ഡീക്കൻ, ഡീക്കനെ കണ്ടിട്ടില്ലാത്തവർ കണ്ടോ, ഇതാണ് ആ ജീവി, അല്ല ഇതാണ് ആ വ്യക്തി, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഡീക്കൻ ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തിയത് ഓർക്കുകയാണ്. ജനിയച്ചനും ചാലക്കലച്ഛനും ജോൺസൺ അച്ഛനും എൻ്റെ മാതൃ ഇടവകയായ മാമൂട്ടിലെ അസിസ്റ്റൻ്റ് വികാരിമാരായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല പരിചയം, അതോടൊപ്പം തന്നെ നല്ല ബന്ധവും വർഷങ്ങളായിട്ടുണ്ട്. ഇന്ന് ഈ വാർഷികത്തിൽ ഉദ്ഘാടനത്തിന് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട റിപ്പോർട്ട് ശ്രദ്ധിക്കുകയായിരുന്നു. ഒരു സിനിമയിൽ അല്ലെങ്കിൽ ഒരു തിയേറ്ററിൽ ഇങ്ങനെ കാണുന്നത് പോലെ വെട്ടിക്കൽ പുരയിടത്തിൽ എന്ത് സംഭവിച്ചത് ഓരോ മിനിറ്റുകൾ ഉള്ള രീതിയിലാണ് അവതരിപ്പിക്കപ്പെട്ടത്. വളരെ നല്ലൊരു കൈയടി ആ റിപ്പോർട്ടിന് തന്നെ കൊടുക്കണമെന്ന് തോന്നുകയാണ്. ഇതുപോലെ ചങ്ങനാശ്ശേരി അതിരൂപതയിൽ ഏതെങ്കിലും സൺഡേ സ്കൂളിൽ ഇത്രയും പ്രവർത്തനങ്ങളുണ്ടോ എന്ന് അറിഞ്ഞുവിടാം റിപ്പോർട്ട് കേട്ടോ. പക്ഷേ 100% ഉറപ്പാണ്. കാരണം ചാലക്കലച്ഛനിരുന്ന മാമൂട്ടിലെ ഇളക്കി മറിച്ച സമയങ്ങളാണ് അച്ഛനിരുന്നത്. ഇവിടെയും അതുപോലെ തന്നെ ആയിരിക്കും. 15 ദിവസം 10 ദിവസമൊക്കെ ഫുൾ ടൈം സൺഡേ സ്കൂൾ വലിയൊരു മാതൃകയും കൂടെയാണ്. കാരണം ഇപ്പം വലിയ സൺഡേ സ്കൂളുകൾ, വലിയ പഴമ പറയാനുള്ള സൺഡേ സ്കൂളുകൾ ഇവിടെ ഒന്നും ഈ പറയുന്ന രീതിയിൽ ഉച്ചവരെ പോലും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണമാണ് അച്ഛനോടുള്ളത് ഈ കാണിക്കുന്നത്, ഈ കുട്ടികളുടെ ഒരു പരിശീലനം എന്നത്. അതുതന്നെ ആദ്യം തന്നെ നിങ്ങൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നേർന്നുകൊള്ളട്ടെ. രണ്ടാമത് നമുക്കറിയാം, മതാധ്യാപകരോടൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ പരിശീലനത്തിലൊക്കെ പറഞ്ഞിരുന്നതാണ്. നമുക്ക് പല കാര്യങ്ങൾ സ്കൂളുകളിൽ കുട്ടികൾ പഠിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്നു, പരീക്ഷയിൽ എഴുതുന്നു, ഇതൊക്കെ ഇൻഫോർമേഷൻസ് ആയിട്ട് മാറുകയാണ്, ഇൻഫോർമേഷൻസ്. പക്ഷെ നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് വിശ്വാസ പരിശീലനമാണ്. സൺഡേ സ്കൂൾ വഴി, പള്ളി വഴിയൊക്കെ അത് ഫോർമേഷനാണ്. ഇൻഫർമേഷൻ ഒറ്റ ഇതിലൂടെ കിട്ടുമ്പോൾ ഈ പറയുന്ന ഫോർമേഷൻ സമയമെടുത്ത് പ്രോഗ്രസീവായിട്ട് വർഷം മുഴുവനുള്ള ഞായറാഴ്ച ദിവസങ്ങൾ, മണിക്കൂറുകൾ, അതേ തുടർന്ന് 10 ദിവസം അല്ലെങ്കിൽ 8 ദിവസമൊക്കെ നീളുന്ന ഈ വിശ്വാസ പരിശീലന, വിശ്വാസ ഉത്സവം, അതുവഴിയൊക്കെയായി നമ്മൾ പരിശീലിപ്പിക്കുകയാണ്. എന്താണ് പരിശീലിപ്പിക്കുക? ഈ വിശ്വാസം പരിശീലിപ്പിക്കുന്നു, കുടുംബത്തിൽ എങ്ങനെ ആയിരിക്കണമെന്ന് പറഞ്ഞ് പരിശീലിപ്പിക്കുന്നു, വിശ്വാസ ജീവിതത്തിൽ ആത്മീയതയിൽ എപ്രകാരം അതിൻ്റെയൊക്കെ ആവശ്യകത എന്തെന്ന് പരിശീലിപ്പിക്കുന്നു. ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഏറ്റവും പ്രധാനമായിട്ട് നടക്കുന്നത് കുടുംബത്തിലാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് നമ്മൾ ഈ വർഷം പ്രധാനമായിട്ട് കുടുംബം എന്നൊരു തീം തന്നെ പ്രധാനമായിട്ട് എടുത്തത്. പിതാക്കന്മാർ സജസ്റ്റ് ചെയ്താണ്. നമ്മൾ പുസ്തകം സെറ്റ് ചെയ്യാനായിട്ടൊക്കെ ഇരുന്നപ്പോൾ എന്ത് തീം വേണം എന്ന് നമ്മൾ ഈ ഒരു 2-3 വർഷങ്ങളായിട്ട് ഓരോ വർഷം ഓരോ തീമുകളാണ്. പഴയ ആ ഒരു ശൈലി മാറ്റി. കഴിഞ്ഞ കൊല്ലം തോമസ് നിഹാഡയുടേതായിരുന്നു, ഇക്കൊല്ലം കുടുംബം. പിതാക്കന്മാരാണ് കൂടുതൽ കുടുംബത്താണ്, അല്ലെങ്കിൽ അതാണ് കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് അവർ തന്നെ സജസ്റ്റ് ചെയ്താണ് കുടുംബം പ്രധാനപ്പെട്ട ഒരു തീം ആക്കുക എന്നുള്ളത്. സംസ്ഥാന ലെവലിലൊക്കെ അല്ലെങ്കിൽ ആ ഒരു സഭാ ലെവലിലൊക്കെ പോവുകയാണെങ്കിൽ ഈ വർഷത്തെ തീമാണ് അവർക്ക് കുടുംബം. നമ്മൾ ചങ്ങനാശ്ശേരി അതിരൂപത അതിനു മുമ്പ് തന്നെ അത് ചെയ്തു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പം ഈ കുടുംബം അതിനൊരു പ്രോഗ്രഷനുണ്ട്. നമ്മളുടെ കുടുംബം, അത് കഴിഞ്ഞ് പള്ളി അല്ലെങ്കിൽ കൂട്ടായ്മ, പള്ളി, ഫൊറോന, അതിരൂപത, സഭ. ഈ ചെറിയ പതിപ്പിൻ്റെ തുടർച്ച തന്നെയാണ് ഈ സഭ എന്ന് പറയുന്ന വലിയ ആ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റും എന്നുകൂടി പഠിപ്പിക്കുന്നതിന് ഈ പുസ്തകത്തിലൂടെ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം അത് ഒത്തിരി വിജയം കണ്ടു എന്നുള്ളത് പല അച്ഛന്മാരും അല്ലെങ്കിൽ പല മതാധ്യാപകരും പറഞ്ഞ ഇത്തവണത്തെ തീം ഞങ്ങൾ കൂടെ ഒരു ഇൻവോൾവ്മെൻ്റ് ഉള്ളവരാണ്. കാരണം ഇപ്പം കുർബാനയാണെങ്കിൽ അല്ലെങ്കിൽ മാർത്തോമാസ്ലിയാണെങ്കിൽ അതിനൊക്കെ ഒരു സ്റ്റഡി വേണം അതിൻ്റെ പുറകിൽ, അല്ലേ? ഹിസ്റ്ററി പഠിക്കണം, അല്ലെങ്കിൽ അതിനെപ്പറ്റിയാണ്. കുടുംബമായതുകൊണ്ട് കൂടുതൽ പേരും നയിക്കുന്നതായതുകൊണ്ട് നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഞങ്ങളെക്കാൾ, അച്ഛന്മാരെക്കാൾ അല്ലെങ്കിൽ സ്റ്റേഷനുകളോ ഒക്കെ കുടുംബസ്ഥർക്ക്, മതാധ്യാപകർക്ക് പറ്റും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഈ വർഷത്തെ വിശ്വാസോത്സവത്തിൻ്റെ പ്രധാന ഒരു വിജയത്തിലെ ഒരു പ്രധാന കാര്യം. അപ്പോൾ അത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ ഒത്തിരി വിജയിച്ചു എന്നുള്ളത് ഈ റിപ്പോർട്ടിൽ നിന്നും കാണാൻ പറ്റും, ഇവിടുത്തെ പ്രവർത്തനങ്ങളിൽ നിന്നും കാണാനായിട്ട് പറ്റും എന്നുള്ളത് വലിയ കാര്യമാണ്. ഇത് അതിരൂപത കേന്ദ്രത്തിൽ നമ്മൾ അറിയിക്കുന്നതാണ്. വളരെ പ്രത്യേകിച്ച് ഈ പ്രവർത്തനങ്ങൾക്ക് ഒരു നിങ്ങളുടെ സൺഡേ സ്കൂൾ ഒരു മാതൃക കൂടിയാണ് എന്ന് റിപ്പോർട്ടിൽ നിന്നും മനസ്സിലായി. അതോടൊപ്പം നമുക്കറിയാം നമ്മുടെ പൈതൃകത്തോട് ചേർന്നുള്ള പരിശീലനമാണ് നടക്കേണ്ടത്. നമുക്കറിയാം നമ്മുടെ പൈതൃകം മാർത്തോമ മാർഗമാണ്. ആ പാരമ്പര്യത്തോട്, പൈതൃകത്തോട് ചേർന്നുള്ള പരിശീലനം.
പിന്നീട് കുടുംബത്തിൽ നമുക്കറിയാം, കുടുംബത്താണ് എല്ലാം ലഭിക്കേണ്ടത് ആദ്യം തന്നെ. അതിനുശേഷമാണ് അച്ഛന്മാരുടെ കയ്യിലോ അല്ലെങ്കിൽ സ്കൂളിലോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളിലോ ഒക്കെ സംഘടനകളിലോ ഒക്കെ കിട്ടുന്നത്. അപ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ ഇല്ലാത്തതും ഈ കുടുംബത്തിലെ ഒരു പരിശീലനമാണ്. പണ്ടത്തെ പഴയ ജനറേഷൻ്റെ ഒക്കെ കുടുംബങ്ങളിലെ നമ്മളുടെയൊക്കെ അപ്പന്മാർ ഒക്കെ കെട്ടുറപ്പ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു പ്രധാനമായിട്ടും ഒരുമിച്ചുള്ള കുടുംബ പ്രാർത്ഥന, ഒരുമിച്ചുള്ള ഭക്ഷണം, ഒരുമിച്ചുള്ള സമയങ്ങൾ, അവർ തമ്മിലുള്ള ആ ഒരു സമയങ്ങളാണ്. പക്ഷെ ഇന്നിപ്പോൾ അതില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ഇപ്പം അതിലേക്കൊക്കെ തിരിച്ചു വരാനും ഇപ്പം ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ആ ഓൺലൈൻ ആ ഒരു വിശ്വാസോത്സവം അതിനൊത്തിരി സഹായിച്ചിട്ടുണ്ട് ഇവിടെ എന്ന് ഉറപ്പാണ്. അപ്പം അതുപോലുള്ള രീതികൾ, നൂതന രീതികളിലൊക്കെ പൊതുവെ നമ്മൾ ഈ വിശ്വാസ പരിശീലനം സംബന്ധിച്ച് അല്ലെ പുസ്തകങ്ങളൊക്കെ അടിക്കുമ്പോഴത്തേക്കും കേൾക്കുന്ന ഒരു ക്രിറ്റിസിസമാണ്, പുസ്തകം ഇത് ഭയങ്കര തിയറിയാണ്, ഇത് പാടാണ്, എന്തിനാണ് ഇത് ഇപ്പോഴത്തെ ഇതുമായിട്ട് ചേർന്ന് പോകുന്നതല്ല. അപ്പം എന്ത് നിങ്ങൾ മനസ്സിലാക്കുക, എന്ത് എഴുതിയാലും അത് തിയറിയായി. അതിന് ജീവൻ കൊടുക്കുന്നത് നമ്മളാണ്. അല്ലെ എങ്ങനെയാണ് അതിന് ജീവൻ കൊടുക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം ഇതുപോലുള്ള നൂതന സാങ്കേതിക വിദ്യകളുടെ സഹായം അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ വഴി ഒക്കെയാണ് ഇങ്ങനെ ഈ തിയറിക്ക് അല്ലെങ്കിൽ ഈ ടെക്സ്റ്റ് ബുക്കിന്, നിങ്ങൾ ചെയ്ത ബുക്കിന് പ്രവർത്തനങ്ങൾ വഴി ജീവൻ നൽകുന്നത്. അപ്പോൾ ഈ കുടുംബ തീമ വർഷം ആയപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കുടുംബത്തെ സ്നേഹിക്കുവാനും കുടുംബത്തോടെ ആയിരിക്കുവാനും ഈ പരിശീലന കാലം സാധിച്ചു എന്നുള്ള വലിയ മനോചാരിതാർത്ഥത്തോടെ ഈ വാർഷികം ഉദ്ഘാടനം ചെയ്തു എന്ന് അറിയിക്കുകയാണ്. എല്ലാവർക്കും ദൈവനാമത്തിന് സ്തുതി ഉണ്ടായിരിക്കട്ടെ. നന്ദി. എന്നെ, എൻ്റെ കുടുംബത്തെ, എൻ്റെ മക്കളെ എല്ലാവരെയും യേശുവെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അമ്മ മാതാവ്, ചക്കച്ചൊടി ഞാൻ പറഞ്ഞിട്ടുണ്ടോ? എൻ്റെ വയ്ക്കലില്ല, അവളൊന്നും കാണിച്ചില്ലല്ലോ, കുറിച്ച് വരയ്ക്കോ കേട്ടോ. എൻ്റെ അമ്മേ, എൻ്റെ മകൻ്റെ 8 വർഷം പഴക്കമുള്ള മദ്യപാനം പ്രാർത്ഥനയാണോ അതോ സർക്കസ് ആണോ ഇവിടെ? എന്തുവായിട്ട് ആത്മശാന്തി കിട്ടണോ? മനസ്സമാധാനത്തോട് ഏകാഗ്രമായിട്ട് പ്രാർത്ഥിക്കുക. ആയിക്കോട്ടെ. എന്റെ പിതാവേ, എന്റെ വേളാങ്കണ്ണി മാതാവേ, അമ്മയോട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് 8 വർഷം പഴക്കമുള്ള മദ്യപാനമാണ് അമ്മ മാറ്റി തന്നത്. ആ മകനെ അമ്മയുടെ നടയിൽ കൊണ്ടുവന്ന് മൊട്ടയടിപ്പിച്ച് ഞങ്ങൾ തിരിച്ചു വരും. ആ യാത്രയ്ക്ക് അമ്മ ഒരു തടസ്സം ഉണ്ടാവില്ല. ഞങ്ങളുടെ നേർച്ച അമ്മയുടെ അനുഗ്രഹം കൊണ്ട് അമ്മയെ ഞങ്ങൾക്ക് അങ്ങോട്ട് വരാനുള്ള അനുഗ്രഹം കൊണ്ട് അനുഗ്രഹിക്കണേ അമ്മയെ. സ്വപ്നായി ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചുകൊണ്ട് അറിയിക്കില്ലല്ലേ? സ്വപ്നായോടെല്ലാവരും അങ്ങയുടെ നാമം പൂജിതമാകണം. എന്റെ മോളിക്കുട്ടി, അങ്ങയുടെ രാജ്യം വരണേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേ പോകുമല്ലോ. ആ കോഴിക്കോടോ വേളാങ്കണ്ണിക്കാ പോകുന്നത്. ആ കോഴിക്കോട് തുറന്നു കിട്ടാ പ്രാർത്ഥിച്ചോണ്ടിരിക്കുമ്പോ കോഴിക്കോടിന്റെ കാര്യം പറയുന്നത് എന്തിനാ? ആ കോഴിക്ക് തീറ്റി കൊടുക്കാനല്ലേ? കോഴിക്ക് തീറ്റി കൊടുക്കാൻ നീ പ്രാർത്ഥിക്കാൻ നോക്ക്. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, ഒരേ ഒരു ചെറുക്കം കുടി നിർത്താം. ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി തമ്പുരാനോട് അപേക്ഷിച്ചിരണേ അമ്മേ മാതാവേ. ആ കഞ്ഞി തിളച്ച് പൊങ്ങും അവിടെ. ആ കഞ്ഞി അടുക്കള തിളച്ച് പൊങ്ങനെ കണ്ടോ? പൊങ്ങുന്ന ഒരു ഇഷ്ടി എടുത്ത് കള് താന്നു പോക്കോളൂ. എന്താമ്മ ആ ചെറുക്കൻ കള്ളുകൂടി നിർത്താൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിട്ടാണോ ആ അവൻ കള്ളുകൂടി നിർത്തിയത്? നേരത്തെ നീയാണോ വേളാങ്കണ്ണിക്ക് അവന്റെ മുടിയിറക്കാവുന്നത്? മുടിയെടുക്കാൻ നേരത്തെ ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ. അമ്മ എനിക്ക് എല്ലാം നേടി തന്നിട്ടുണ്ട്. അമ്മ, എന്റെ പൊന്നമ്മേ, എന്റെ വേളാങ്കണ്ണി അമ്മ, എനിക്കൊരു കാര്യം അമ്മയോട് പറയാനുള്ളത്. അവനെ ഇവിടുന്ന് രാവിലെ കുടിക്കാനായിട്ട് കൂട്ടിക്കൊണ്ട് പോകുന്ന സുഖു, രഞ്ജിത്ത്, ദിനേശ്, ഇവന്മാരുടെ എല്ലാം മണ്ടേത് ഇടുത്തി വീഴണേ. മണ്ടേ മാത്രമാക്കണ്ട, ട്യൂസ്ഡേയിലും വെനസ്ഡേയിലും സൺഡേയിലും ഒക്കെ അങ്ങ് ഇടുത്തി വീഴണേ. ആഴ്ച ഒരു ദിവസം പോലും ഇവന്മാർ തലപൊക്കി എന്നെ എങ്ങനെ വീട്ടോട്ട് പോയി. എന്റെ അമ്മ മാതാവേ, എനിക്ക് അമ്മയോട് പറയാനുള്ളത്, ആ മകൻ ഇതുവരെ വീട്ടിലോട്ട് കയറി വന്നിട്ടില്ല. അമ്മേ, ആ മകന് സ്വബുദ്ധി കൊടുക്കണേ അമ്മേ. അവന്റെ തലയിൽ പിശാച് കയറിയിട്ട് അമ്മേ, അമ്മയുടെ വലിയ കരുണ കൊണ്ട് അവനിലുള്ള പിശാച് അമ്മയുടെ വലിയ കരുണ കൊണ്ട് വിട്ടുപോട്ടെ. വീട്ടടിപ്പെടുത്തുവാ? വിട്ടുപോട്ടെ, പിശാച് വിട്ടുപോട്ടെ. സണ്ണിച്ചിലുള്ള പിശാച് സണ്ണിച്ചൻ വിട്ടുപോട്ടെ. വലിയ പോട്ടെ, സണ്ണിച്ചൻ വിട്ടുപോട്ടെ. പിശാച് വിട്ടുപോട്ടെ, സണ്ണിച്ചൻ പിശാച് വിട്ടുപോട്ടെ. അത് ശരി, അത് കൊള്ളാലോ. ഒരിക്കൽ വരാൻ പറഞ്ഞിട്ട് വിട്ടുപോട്ടെ. ഞാൻ പോവാ. എടാ, അമ്മച്ചി പ്രാർത്ഥിച്ച് നിന്നിലുള്ള പിശാച് വിട്ടുപോട്ടെ നാടാ. എന്താ നീ എന്നാ വർത്താനം പറയുന്നത്? ഈ കോലം കണ്ട ഏതെങ്കിലും പിശാചി ഇവിടെ വന്ന് നിൽക്കുവോ? അപ്പഴേ അത് ജീവിതം കൊണ്ട് വിട്ടു പോകത്തില്ലയോ? എന്നാ കോല പാടായിട്ട് ഇച്ചിരി വൃത്തിയും എനിക്കൊക്കെ നടക്കാൻ പഠിക്കുക കേട്ടോ. സ്റ്റൈലല്ലേ? എന്താ സ്റ്റൈല്? അന്യൻ. ഈ സ്റ്റൈലുമായിട്ട് ഇനി നടന്നാൽ ഈ വീട്ടിൽ നീ എന്നേക്കും അന്യനാവും. ഇറക്കി വിടുമെന്ന്
തന്നിച്ച കർത്താവ് പറഞ്ഞേക്കുന്ന സ്വന്തം വീർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കണമെന്ന് അറിയാവോ? ആണോ? ആ എന്നൊരു കാര്യം ചെയ്യ്. ആ. അമ്മ അപ്പം ചുടുമ്പോ എന്നെ ഒന്ന് വിളിച്ചാൽ എന്നാ ഞാൻ ആ വേർപ്പ് കൊണ്ട് അവിടെ ഇടാം. എന്നിട്ട് ഏട്ടാ അപ്പം തിന്നാണ് എന്റെ വേർപ്പ് അപ്പം അവിടെ. അപ്പത്തിന്റെ വെളുത്തോളൂ അല്ലാതില്ല ഞാൻ ഉറക്കവശം. ആ. പോയി മര്യാദക്ക് ഈ മുടി ഇറക്കി നമുക്ക് നേർച്ച നടത്തണം. നിന്റെ അമ്മ നേർന്നതാണ്. അപ്പൊ ഈ മുടി ഇറക്കി കഴിഞ്ഞാൽ നിനക്ക് ഒരു കല്യാണമൊക്കെ ഞാൻ നടത്തി തരാം കേട്ടോ. നമ്മൾ എങ്ങനെയാ പോകുന്നത്? എങ്ങനെയാ പോകുന്നത് വെച്ചാൽ ഇവിടുന്ന് ഓട്ടോറിക്ഷയ്ക്ക് കോട്ടയം വരെ ഓട്ടോറിക്ഷയിൽ പോകും. റെയിൽവേ സ്റ്റേഷൻ വരെ. അത് കഴിഞ്ഞ് ട്രെയിനിൽ കയറി നാഗപട്ടണത്ത് ഇറങ്ങും. അവിടുന്ന് ബസ്സിൽ കയറി നമ്മൾ അങ്ങ് പോകും. പക്ഷെ അമ്മച്ചി നേർച്ച നടന്നേക്കുന്ന ഇങ്ങനെയൊന്നും അല്ല. നമുക്ക് നേർച്ച ഭരിക്കണമെങ്കിൽ നടന്ന് പദയാത്രയായിട്ട് പോയെങ്കിലേ നേർച്ച ഭരിക്കുള്ളൂ. അറിയാവോ? അതത്രേ ഉള്ളൂ. പദയാത്രയായിട്ട് പോകണം. അപ്പൊ ഈ പദയാത്രയും ഈ തീർത്ഥയാത്രയും തമ്മിൽ എന്നാ വ്യത്യാസം? ഒരുപാട് വ്യത്യാസമുണ്ട് മോനെ സന്നിക്കുട്ടി. നീ ഇപ്പൊ ഒരു പുണ്യ സ്ഥലത്തേക്ക് നടന്നിങ്ങനെ പോവുകയാണ്. കുറെ ദൂരം നടന്നു കഴിയുമ്പോൾ നിന്റെ വായിന്ന് പദ വരും. വരുവോ? അതാണ് പദയാത്ര. അഥവാ പദ വന്നില്ലെങ്കിൽ അത് തീർത്ഥയാത്ര. അതിനാ കുറച്ചുകൂടെ പുണ്യമൊക്കെ കിട്ടുന്നത്. അവൻ പദയാത്ര തിരക്ക് വന്നിരിക്കുന്നു. മുടി വെട്ടാൻ നോക്കണം. ഇതിന്റെ ഒന്നും പോകേണ്ട ഒരു കാര്യമില്ല. നമ്മുടെ അച്ഛനെ വിളിച്ചൊന്ന് വെഞ്ചരിപ്പിച്ചാൽ പോരാമോ? ഞാൻ കണ്ണൂടി നിർത്തിയല്ലോ. അച്ഛനെ വിളിച്ച് വെഞ്ചരിപ്പിക്കാം. നീ അച്ഛനെ വിളിച്ച് ഞാൻ വെഞ്ചരിപ്പിച്ചിട്ട് വേണം എന്റെ നെഞ്ചരിയാൻ. പള്ളിയുടെ പണി നടക്കുക. സംഭാവന ചോദിക്കും. നിങ്ങൾ ദൈവത്തെ ഇവനെ ഒരിക്കലും കൊണ്ടുവരാൻ നോക്ക്. അതെ ഞാൻ ഈ തമിഴൊക്കെ പറയണ്ട അങ്ങോട്ട് ചെല്ലണമെങ്കിൽ തമിഴ് നമുക്ക് ഈ വെള്ളങ്കാനം പള്ളിയിൽ പോയി മുടി വെച്ചാൽ പോരെ. വെള്ളങ്കാനം പള്ളിയാണോ നേരത്തെ വന്നിരിക്കുന്നത്? വേറെ പള്ളിയിൽ ചെന്ന് മുടി വെക്കണമെന്നല്ലേ നേരത്തെ വന്നിരിക്കുന്നത്? തമിഴറിയാമോ നമുക്ക്? തമിഴ് പഠിക്കാൻ വേണ്ടി ഞാൻ നമ്മുടെ യോസുകുട്ടിയില്ലേ ഓട്ടോക്കാരൻ, യോസുകുട്ടിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് തമിഴ്നാട്ടിൽ വരെ പോകുന്നുണ്ട്. അപ്പൊ നിനക്കറിയാവുന്ന ഒന്ന് രണ്ട് തമിഴൊക്കെ ഞങ്ങളെ പഠിപ്പിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ വരുമോ? അവൻ വരുമോ എന്ന് ചോദിച്ചാൽ അവൻ വരും. പിന്നെ അതാ യോസുകുട്ടി വന്നല്ലോ. അവന് നിന്റെ അതെ കാണുമ്പോൾ ഇത് തന്നെ ചോദിക്കണം എന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. ഇത് യാർക്കാ ഉണക്കപ്പറ്റില്ല ഒരൊറ്റ വീക്കാൻ പറ്റിയത്. വണക്കം നമസ്കാരം. ഓ അങ്ങനെ പോകാനുള്ള റെഡിയാക്കി മോളും എല്ലാം എടുത്ത് വെക്കുന്നുണ്ട്. അപ്പൊ ഇറങ്ങിയ നമുക്ക് ഉടനെ അങ്ങ് പോയേക്കാം. പക്ഷേ തമിഴ്നാട്ടിലോട്ടാ പോകുന്നത്. തമിഴ് വല്ലതും അറിയാവോ? അല്ല അതിനല്ലേ നിന്നോട് വരാൻ പറഞ്ഞത്. എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു തന്നാൽ ഞങ്ങൾ കാര്യമുള്ളൂ. ഒന്നോ രണ്ടോ വാക്കുകൾ പഠിച്ചു കഴിയുമ്പോഴേ നമ്മൾ തമിഴ് പഠിച്ചു കഴിഞ്ഞിരിക്കും. നിസ്സാരമല്ലേ നമ്മൾ ഇവിടുന്ന് നേരെ തമിഴ്നാട്ടിലേക്ക് ഇറങ്ങുമ്പോ ഒരു പുരുഷനെയാണ് കാണുന്നതെങ്കിൽ അണ്ണൈ വണക്കം. അണ്ണൈ അണ്ണൈ. ഇപ്പൊ പെണ്ണുങ്ങളാണെങ്കിൽ പെണ്ണൈ. ഞാൻ പറയാം. പെണ്ണുങ്ങളാണെങ്കിൽ അക്ക അണ്ണൈ അക്കെ. ഈ രണ്ട് വാക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാം പഠിച്ചു. നമ്മൾ അവിടെ ചെന്ന് ഒരു ഗ്ലാസ് വെള്ളം വേണം. എങ്ങനെയാണ് തമിഴ് പറയുന്നത്? നിസ്സാരമായിട്ട് പറയാമല്ലോ. നമ്മളിപ്പോ ആണെങ്കിലാണ് കാണുന്നെങ്കിൽ അണ്ണാ കൊഞ്ചം തണ്ണി തരുമാ. അത് ശരി. ഇതായിരുന്നു കുഞ്ചൻ തണ്ണി ചോദിച്ചാൽ കുഞ്ചനല്ലേ കിട്ടും. കുഞ്ചനല്ല കൊഞ്ചം. നീ എവിടെ പോകുന്നുണ്ട്? വേളാക്കണ്ടി. വേളാങ്കണ്ണിക്ക് എന്തിനാ പോകുന്നത്? ഇവന്റെ മുടി ഇറക്കണം. നേർച്ചയാ. എന്റെ കണ്ണൂടി നിർത്തി വേളാക്കണ്ണി നേർച്ച പറഞ്ഞിട്ടാ. ഇനി അവിടെ പോയി മുടിയൊക്കെ ഇറക്കി സുന്ദരനാക്കണത്. എന്റെ ചെറുക്കനെ നോക്കി എന്തോ ഈ പറയുന്നത്? അയ്യോ തമിഴ് അറിയത്തില്ലല്ലേ? ഈ മൂഞ്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ മുഖം. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈ യാത്രയും അങ്ങനെ ആകുമോന്ന് എന്റെ പേടി. അപ്പച്ച നമുക്ക് ഈ യാത്രയിൽ ഒരു രണ്ടാഴ്ചത്തേക്ക് മാറ്റി വെച്ചാൽ അല്ല ഈ മുടിയായിട്ട് കൃഷി ഓഫീസിൽ ചെല്ലുവാണെങ്കിലേ ചെരിച്ച വളർത്താനുള്ള ചിലപ്പോൾ ലോൺ കിട്ടിയേ. അതുകൊണ്ട് പറഞ്ഞത് കപ്പച്ച അവൻ വെറുതെ വിട്ടോ കേട്ടോ. മുടിയും പറഞ്ഞുകൊണ്ട് വൃത്തിയും മെനയും കേട്ട് നടക്കുന്നു. ആ പോത്തിറച്ചി മറ്റേ ഒരു 4 പേർക്കുള്ള ചോറ് എടുക്കണം കേട്ടോ. കണ്ണിത്തിന് പോത്തിറച്ചി വലിയ ഇഷ്ടമാണ്. പേരെ ഇരുന്ന് തിന്നാ. നമ്മളൊരു 4 ദിവസം കഴിഞ്ഞല്ലേ ഇങ്ങോട്ട് വരുത്തുള്ളൂ. പിന്നെ വേളാങ്കണ്ണി ചെന്ന് അവിടെ ചെന്ന് താമസിച്ചു. പിന്നെ മുടി ഇറക്കിയിട്ടൊക്കെ വരുമ്പോഴേ 4 ദിവസം കഴിയും. അയ്യോ എന്റെ കോഴി പട്ടിണിയായി പോകും. ആ കോഴിനെ കൂടെ കൊണ്ടുപോകാൻ നീ. ആ കോഴിയെ മാത്രം ആ ആടിനെ താറാവിനെ കൂടെ എടുത്ത് വണ്ടി എടുത്ത് കേട്ടാ. ഈ കോഴിയും താറാവിനെയും ആടിനെ ഈ വണ്ടിക്കകത്ത് കേട്ടാ ഇന്ന് നോകയുടെ പെട്ടകോ ജോസുകുട്ടിയുടെ ഓട്ടയായിരുന്നു. അമ്മയ്ക്ക് കയറി നിനക്ക് നാണമുണ്ടോ? നിനക്ക് നാണമുണ്ടോ? ആ കൊച്ചിന്റെ റായി എടുത്ത് തലയിൽ വെച്ചോണ്ട് നടക്കുന്നു. മനുഷ്യനെ കൊണ്ട് കളിയാക്കാനാണോ? അറായിട്ട് മട്ട. അയ്യോ റായല്ല. രാവിലെ നാക്ക് എടുത്ത് ചന്ദ്രയിൽ എടുത്തു വെക്കാൻ മറന്നു. എനിക്കൂടെ തരുമോ? ആരും കൂട്ടം തെറ്റി പോകരുത്. തൂറ്റിച്ചൊക്കെ കേണം. ഈ പ്ലാറ്റ്ഫോമിലാണ് വരുന്നത്. ഇപ്പൊ ഇവിടെ വരും. അവിടെ ഇവിടെ ശ്രദ്ധിച്ചിരുന്നു കേട്ടോ. ഈ റെയിൽവേ സ്റ്റേഷനൊക്കെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നു.
യുവർ അറ്റൻഷൻ പ്ലീസ്. അവനെന്താ ഇങ്ങനെ ഇരിക്കുന്നത്? അല്ല അവര് പറഞ്ഞ അറ്റൻഷനായിട്ട് നിൽക്കാൻ. അയ്യോ അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് ശ്രദ്ധിക്കൂ എന്നാണ് പറഞ്ഞത്. എടാ നീ ഇത് കേൾക്കുമ്പോ ഞാൻ വേറൊരു കാര്യം ഓർക്കുന്നത്. എന്താ? എന്റെ മൂത്ത ചേട്ടൻ ഒരു പാർട്ടി ഉണ്ടായിരുന്നു, പട്ടാളത്തിലായിരുന്നു. പട്ടാളക്കാരൻ ഒരു പട്ടാളക്കാരൻ. പ്രാവശ്യം ലീവിന് വന്ന റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി പാളം ക്രോസ് ചെയ്തപ്പം പാളത്തിന്റെ നടുക്കെത്തിയപ്പം ഈ അറ്റൻഷൻ കേട്ടു. പഴയ പട്ടാളക്കാരനല്ലേ, അറ്റൻഷൻ അടിച്ച് ഒന്ന് ഒറ്റ നിപ്പാൻ. എന്നിട്ട് ഉരുള കയറി ഇറങ്ങി അങ്ങ് പോയി. വീട്ടിൽ കണ്ട ആ ഓടിയ മോഹം കണ്ട് ഇരിക്കും ഊപ്പാട് തീർന്ന് ഇങ്ങനെയൊക്കെ ഇരിക്കുവാ. എവിടാ കൊണ്ടെന്ന് വെച്ചാൽ അവിടെ പോയി നോക്കാം. ഉഴുന്ന വല്ലയിടത്തും കൊണ്ടുവച്ചിട്ട് ഞങ്ങളോടാണ് ചോദിക്കുന്നത്. ഞങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. സാറേ ഉഴുന്നല്ല സാറേ, ഉഴുന്നുവട. അത് ശരിക്കും ഉഴുന്നുവട എന്ന് പറഞ്ഞതാ. ഉഴുന്നുവട എന്ന് പറഞ്ഞാ എടാ അത് ശരിക്കും പറയണ. എല്ലാരും അവിടെ ഇരിക്കുന്ന സാധനത്തിൽ ഇരിക്കാവുള്ളൂ. അവിടെ കല്ലുകുട്ടി ഞാനൊരു കാര്യം മറന്നുപോയി. യൂസുട്ടി അത്യാവശ്യമായിട്ട് നീ ഓട്ടോ ഒന്ന് വീട്ടിലോട്ടൊന്ന് വിടണം. അതെന്തിന്? ബൈബിൾ എടുക്കാൻ വിട്ടുപോയി. അയ്യോ ദൈവമേ, ബൈബിൾ എടുത്ത് പ്രാർത്ഥിച്ചിട്ടല്ലേ വീട്ടിൽ നിങ്ങോട്ട് ഇറങ്ങിയത്. നീ എന്തിനാ ബൈബിൾ എടുക്കുന്നത്? എടാ അതല്ല ഞാൻ ബൈബിൾ എടുക്കണം. വേറെ വല്ല അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ ഇവിടെ ടോയ്ലറ്റ് ഉണ്ട്, നമുക്ക് അവിടെ നിൽക്കാം. എടാ അതല്ല ഞാൻ പറഞ്ഞു വന്നേക്ക് ബൈബിൾ എടുക്കണം. ബൈബിൾ എടുക്കണം. കിടക്കാനുള്ള 19 കിലോമീറ്റർ ഓട്ടോ വിളിക്കണം കേട്ടോ. അപ്പച്ചാ പേടിക്കണ്ട, ബൈബിളിന്റെ കാര്യമൊക്കെ ഞാൻ ഏറ്റു. അവിടെ ചെല്ലുമ്പോഴത്തേക്കും തമിഴിന്റെ, തെലുങ്കിന്റെ, ഇംഗ്ലീഷിന്റെ ബൈബിളൊക്കെ അവിടെ കാണുമല്ലോ. അവിടെ നീ മേടിച്ചോണ്ട് വന്നാൽ മതി. മലയാളം ഒന്നും വായിക്കാറിയാൻ മലയാളം, ഇംഗ്ലീഷ് വായിക്കാം. അവിടെ നിന്നോ കേട്ടോ, വിളിക്കണം കേട്ടോ. അപ്പൊ ഓക്കെ, ബൈ, ഓക്കെ. ട്രെയിൻ മാറിപ്പോയോ? എന്താ കുഴപ്പമെന്താ? ആണോ ഉണ്ടോടാ നിനക്ക്? കോട്ടും സൂട്ടും ഇട്ടോണ്ട് തീറ്റി തീറ്റി എന്ന് പറഞ്ഞ് ഞങ്ങളോടൊന്ന് കൈ കിട്ടാം. ചോറ് ഇന്നലെ കൊണ്ട് ചോറിട്ടുണ്ട്. സകലം തീറ്റി ഇട്ടോട്. തീറ്റി വയ്ക്കാൻ വേണ്ട കോഴിക്കുഞ്ഞു. നിങ്ങൾ കുടുംബത്തോടെ അറിയിക്കാണ് കളിയാക്കാൻ. എന്താ മാന്യന്മാരെ, എന്താ ഇവിടെ ഞാൻ ട്രെയിനിൽ ടിക്കറ്റ് ചെക്ക് ചെയ്യുന്ന ആളാ. ടിക്കറ്റ് എടുത്തില്ലെങ്കിൽ ഓരോരുത്തരും 4000 രൂപ വെച്ച് ഫൈൻ അടക്കേണ്ടി വരും. നിന്നോടൊക്കെ ഒരു 100 തവണ ഞാൻ പറഞ്ഞു ബൈബിൾ എടുക്കണം, ബൈബിൾ എടുക്കണം. എന്തിനാ? ആ ബൈബിളിനകത്തിരിക്കുമല്ലോ നമ്മുടെ എല്ലാം ടിക്കറ്റ്. അപ്പച്ചാ എന്റെ മുടി അത് റെയിൽവേ പോലീസുകാർ വെട്ടിക്കോളും. പ്രിയപ്പെട്ട വിദ്യാർത്ഥിയും ഇന്ന് നിങ്ങളുടെ വികാരി അച്ഛനുമായ ജോൺസൺ അച്ഛൻ, ബഹുമാന്യനായ ജെനി അച്ഛൻ, ശ്രീ ജോസഫ് കുന്നുംപുറം, ഹെഡ് മാസ്റ്റർ സെൻറ് മേരി സൺഡേ സ്കൂൾ വായ്പൂർ, ഈ വെട്ടിക്കൽ പുരീടം സൺഡേ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ ശ്രീ CT സേവ്യർ, ബഹുമാന്യരായ മാതാപിതാക്കളെ, ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, വായ്പൂർ വെട്ടിക്കപ്പുരീടം ഈ സ്ഥലമൊക്കെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളാണ്. എൻ്റെ ദേവാലയ ഓർമ്മകൾ ആരംഭിക്കുന്നത് തന്നെ വെട്ടിക്കൽ പുരീടം പള്ളിയിൽ ഞായറാഴ്ചകൾ വൈകുന്നേരമായിരുന്നു കുർബാന. ആ ഒരു കുർബാന ഓർമ്മകളിൽ നിന്നാണ്. എൻ്റെ പപ്പ, എൻ്റെ വല്യപ്പച്ചൻ, വല്യമ്മച്ചി, പപ്പായുടെ അനുജൻ തങ്കച്ചായൻ, എല്ലാവരെയും ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. സ്നേഹവാത്സല്യങ്ങളുടെ നിറവിൽ എൻ്റെ ബാല്യ ശൈശവങ്ങളെ രൂപപ്പെടുത്തുന്നതിൽ ഈ മാവേലിൽ കുടുംബത്തിനുള്ള വലിയ പങ്ക് നന്ദിയോടെ ഓർക്കുകയാണ്. വെട്ടിക്കൽ പുരീടം ഈ പള്ളിയിലെ ഒരു പെരുന്നാളിന് എനിക്കന്നൊരു, ഞാൻ 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ പഠിക്കുകയാണെന്നാണ് തോന്നുന്നത്, ആദ്യമായി ഞാനൊരു മൈക്കിലൂടെ സംസാരിച്ചത് ഈ പള്ളിയുടെ പെരുന്നാളിന് ഒരു മൈക്ക് സെറ്റിലൂടെയാണ്. ഇതുപോലെ ഒരു മൈക്ക് നമ്മുടെ അൾത്താരയുടെയോട് തൊട്ട് ഇങ്ങനെ ആ മൈക്ക് ശരിയാക്കുന്ന അങ്കിള്
ഇങ്ങനെ രൂപപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അന്ന് നമ്മുടെ ഈ വലിയ തെങ്ങയിലൊക്കെയാണ് കോളാമ്പി കെട്ടി ആണ്. അപ്പോൾ ഈ നാട് മുഴുവൻ ആ സ്വരം കേൾക്കാം. അപ്പം ഞാനും എൻ്റെ പപ്പായുടെ പെങ്ങൾ സാലിമ, അവൾ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിലെ ടീച്ചറാണ്. അവൾ കുഞ്ഞാണ്. ഞങ്ങൾക്ക് അന്നൊരു 5 or 6 വയസ്സേ ഉള്ളൂ. ഞങ്ങളിങ്ങനെ തേരാപ്പാര ഈ പെരുന്നാൾ സ്ഥലത്തൂടെ ഇങ്ങനെ നടക്കുമ്പോഴാണ് ഞങ്ങളെ അറിയാവുന്ന ഒരു അങ്കിളാണ് വിളിച്ച് മക്കളിങ്ങി വന്നേ ഒരു പാട്ട് പാടാൻ പറഞ്ഞു. എനിക്ക് പാടാനേ അറിയത്തില്ല. അവൾ പക്ഷെ നല്ല പാട്ടുകാരിയാണ്. അവൾ സുന്ദരമായിട്ട് പാടി. കൂടെ പാടാൻ ഒരു കുഴപ്പമില്ലല്ലോ. അപ്പം ഞാനും പാടി. ഞങ്ങളുടെ ഈ പാട്ട് മാവേലിയിലെ മേത്താനത്തുള്ള പള്ളിയുടെ അടുത്താണ്. അവിടെ ഇരുന്നു കൊണ്ട് വല്യപ്പച്ചനും വല്യപ്പച്ചിയും കുടുംബക്കാരെല്ലാവരും കേട്ടുവെന്നും ദൈസമ്മ ഇനിയും പാടണ്ട, സാലിമോള് പാടിക്കോട്ടെ എന്ന് പറഞ്ഞതും ഒക്കെ ഞാൻ ഓർക്കുകയാണ്. അപ്പം ഈ പള്ളി എനിക്ക് എന്നെ ഞാനാക്കിയ ദേവാലയം തന്നെയാണ്. തീർച്ചയായും അത് ആണ് ഏറ്റവും വലിയ ഒരിഷ്ടം. എൻ്റെ വലിയപ്പച്ചൻ, അപ്പച്ചനും അമ്മച്ചിയും അപ്പാപ്പനും ഒക്കെ അന്ത്യനിദ്ര കൊള്ളുന്ന ഈ ഒരു ദേവാലയവും അതിൻ്റെ സിമിത്തേരിയും തീർച്ചയായും സ്വർഗത്തിലിരുന്നു കൊണ്ട് അവർ എന്നെ നോക്കി ചിരിക്കുന്നത് പോലെ എനിക്ക് തോന്നുകയാണ്. അടുത്തത് ജോൺസൺ അച്ഛൻ ഈ വെട്ടിക്കൽ പുരയിടം പള്ളിയുടെ വികാരിയച്ഛനായത് അച്ഛൻ പറഞ്ഞതുപോലെ എന്നെ വളരെയധികം അഭിമാനവും സന്തോഷവും ഉള്ളവളാക്കുകയാണ് ചെയ്തത്. ഞാനും അച്ഛനും ഫേസ്ബുക്ക് ഫ്രണ്ട്സാണ്. അപ്പോൾ ഈ പള്ളിയിൽ നടക്കുന്ന ഓരോ പ്രധാന ആഘോഷങ്ങളും ഈ വൈദികൻ ഫേസ്ബുക്കിലൂടെ സോഷ്യൽ മീഡിയാസിലൂടെ ഇടുന്നത് ഏറെ ശ്രദ്ധയോടെ കാണുകയും കേൾക്കുകയും ചെയ്യും. ജോൺസൺ അച്ഛനെ ഞാൻ ആദ്യം കാണുന്നത് ഇതുപോലെ ഒരു വലിയ വികാരിയച്ഛനായിട്ടൊന്നുമല്ല. ഒരു കൊച്ചു നിക്കറും ഷർട്ടുമൊക്കെ ഇട്ട് 3ലും 4ലും ഒക്കെ പഠിക്കുമ്പം KCSLൻ്റെയൊക്കെ പ്രസംഗവേദികളിൽ നിന്ന് പ്രസംഗിക്കുന്ന ഞങ്ങൾ ജഡ്ജസിനെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന മിടുമിടുക്കനായ ഒരു കൊച്ചുകുട്ടി. ആ കുട്ടി വളർന്ന് എൻ്റെ +1 +2 ക്ലാസ്സിൽ എത്തിയപ്പോഴും മുഖഭാവത്തിനോ സംസാരത്തിനോ ഒരു മാറ്റവും ഉണ്ടായില്ല. മലയാളത്തിലും ഇംഗ്ലീഷിലുമൊക്കെ പബ്ലിക് പരീക്ഷയ്ക്ക് 100ൽ 100 മാർക്കും മേടിക്കുന്ന ജോൺസൺ ചാലക്കൽ എന്ന +2 വിദ്യാർത്ഥിയെ അന്നേ ഞങ്ങൾ അധ്യാപകര് നമ്മുടെ ജോൺസൺ ഒരു പുരോഹിതനാകും എന്ന് അന്നേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. സ്റ്റാഫ് റൂമിൽ എപ്പോഴും ഞങ്ങളത് പറയുമായിരുന്നു. അധ്യാപകർക്കൊരു ക്രാന്തദർശിത്വമുണ്ട് എന്ന് ഞങ്ങൾ പിന്നീട് മനസ്സിലാക്കി. പുരോഹിതനാകാൻ വേണ്ടി ജന്മമെടുത്ത ഒരു കുട്ടി. ഞങ്ങൾ കുസൃതികളായ ജോൺസൺ അച്ഛൻ്റെ കൂട്ടുകാരെയൊക്കെ ഞാൻ ഓർക്കുകയാണ്. ഇപ്പം ടീച്ചേഴ്സിന് എങ്ങോട്ടെങ്കിലും ഒന്ന് മാറിപ്പോവോ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ ഈ കൊച്ചു ലീഡറിനെ ആ ക്ലാസ് ഏൽപ്പിച്ചാൽ പിന്നെ ഒന്നും അറിയണ്ട. ആ ഒരു ലീഡർഷിപ്പിൻ്റെ മേന്മയാണ് ഈ പള്ളിയിൽ അച്ഛൻ വികാരി അച്ഛനായി എത്തിയതെന്ന് ഞാൻ ഓർക്കുകയാണ്. ഈ ഒരു എളിയരായ, മിടുക്കരായ, നിഷ്കളങ്കരായ, നല്ലവരായ നാട്ടുകാരുടെ ഇടയിലേക്ക് ദൈവം ഒരു നിയോഗം എന്നതുപോലെ പറഞ്ഞയച്ച എൻ്റെ ഈ വിദ്യാർത്ഥിയായ ഈ ഒരു അച്ഛന് മുന്നിൽ സത്യത്തിൽ ഞാൻ ആ ഒരു ദൈവാനുഗ്രഹത്തിന് നന്ദി പറയാൻ കൂടി ഈ അവസരം ഉപയോഗിക്കുകയാണ്. മാവേലി കുടുംബക്കാരാണ് ഇവിടെ എല്ലാവരും എന്ന് ഞാൻ ഒത്തിരി പേരെന്ന് മനസ്സിലാക്കുന്നു. ഒരുപക്ഷെ എനിക്ക് അറിയാവുന്നതും അറിയാൻ മേലാത്തതുമായ ഒത്തിരി മുഖങ്ങൾ ഞാനിവിടെ കാണുന്നുണ്ട്. എന്താണെങ്കിലും ഒന്നും ഒഫീഷ്യലായി അതുകൊണ്ട് തന്നെ സംസാരിക്കുവാൻ എനിക്ക് പറ്റില്ല. കാരണം ഇതെൻ്റെ കുടുംബ വീടാണ്. അപ്പോൾ എന്തെങ്കിലും ഇവിടെ ഇപ്പോൾ തന്നെ സമയം ലേറ്റായി. നമ്മുടെ പിള്ളേരുടെ സ്കിറ്റ് ഒക്കെ വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ കണ്ടു കേട്ടു. ഞാൻ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ എൻ്റെ സംസാരം അവസാനിപ്പിച്ചുകൊള്ളാം. എന്താണെങ്കിലും കുടുംബം അതിനാണ് പ്രാധാന്യം നൽകുന്ന ഒരു വർഷമാണ് സൺഡേ സ്കൂളിൻ്റെ ഈ ഒരു വർഷം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കുടുംബം എന്ന് പറയുന്നത് നമുക്കറിയാം, ചുറ്റുപാട് എന്നർത്ഥം വരുന്ന ഫെമാലിയ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് കുടുംബം, ഫാമിലി എന്ന പദത്തിൻ്റെ ഉത്ഭവം. അച്ഛൻ്റെ കരുതലിൻ്റെ സുഖം, അമ്മയുടെ ത്യാഗത്തിൻ്റെ ആ ഒരു നന്മ, കുട്ടികളുടെ വിനയ അനുസരണ ഭാവങ്ങളുടെ തികവ്, ഇതൊക്കെയാണ് കുടുംബങ്ങളെ ആ പേരിന് അർത്ഥമാക്കുന്നത്. നമ്മുടെ കുടുംബങ്ങൾ കാനൻ ആയിരിക്കണം എന്ന് പറയാറുണ്ട്. തേനിൻ്റെയും പാലിൻ്റെയും ഇടം.
തേൻ നമ്മുടെ ഭൗതിക സൗകര്യങ്ങളുടെ പ്രതീകമെങ്കിൽ പാല് ആ ഒരു മധുരിക്കുന്ന ഓർമ്മകളാണ് നമുക്ക് നൽകുന്നത്. ഇവിടെ കുറേ അധികം പിതാക്കന്മാരെ ഞാൻ കാണുകയാണ്. പിതാവിൻ്റെ ജനിതക മുദ്ര പേറിയാണ് കുഞ്ഞിപ്പാദങ്ങൾ ഈ ഭൂമിയിലേക്ക് എത്തുന്നത്. ഒരു പിതാവിന് തൻ്റെ കുടുംബത്തോട് ഒത്തിരിയേറെ ഉത്തരവാദിത്വങ്ങളുണ്ട്. പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റുന്ന ദർശനങ്ങളുടെ കാൽഡോസ്കോപ്പിലൂടെ കുടുംബങ്ങളെ നോക്കിക്കാണുവാൻ പിതാക്കന്മാർക്കാവണം എന്നതാണ് സത്യം. The most important thing a father can do for his children is to love their mother. ഒരു പിതാവിന് തൻ്റെ കുഞ്ഞുങ്ങളോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അവരുടെ അമ്മയെ സ്നേഹിക്കുക എന്നതാണ്. ഇത് മനസ്സിലാക്കി കാണും. കുടുംബജീവിതത്തിൻ്റെ വിജയത്തിന് ദാമ്പത്യ സ്നേഹം, ഭാര്യാഭർത്തൃ ബന്ധം, അതിൻ്റെ തീവ്രത, ശക്തി എത്രമാത്രമെന്ന് നമ്മൾ തിരിച്ചറിയണം. തീർച്ചയായും ഈ ഇടവകയിലുള്ള കുടുംബങ്ങളെല്ലാം തന്നെ ഈ ഒരു സ്നേഹത്തിൻ്റെ നിറവിലാണ് എന്ന് എനിക്കറിയാം. കാരണം അനുഭവം എന്നെ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. പിതാവിൻ്റെ സ്നേഹം പറയ്ക്ക് കീഴിൽ വയ്ക്കാനുള്ളതല്ല, കുടുംബത്തിലെ ദീപപീഠങ്ങളിൽ തന്നെ അവ സ്ഥാപിക്കേണ്ടിയിരിക്കുന്നു. കരയില്ല പൊന്നുമോൾ, അച്ഛനൻ കൂടുണ്ടെന്നതു മാത്രം മതി എനിക്ക് എന്ന ചങ്ങമ്പുഴ ബാഷ്പാഞ്ജലിയിലൂടെ പാടുമ്പോൾ പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ മഹത്വമാണ് അവിടെ നമുക്ക് ദർശിക്കുവാൻ സാധിക്കുന്നത്. സൂര്യനായി തഴുകി ഉറക്കമുണർത്തും എന്നച്ഛനെയാണ് എനിക്കിഷ്ടം. ഞാനൊന്ന് കരയുമ്പോൾ കൂടെ ഉരുകും എന്നച്ഛനെയാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് വെട്ടിക്കൽ പുരയിടത്തിലെ സ്നേഹസമ്പന്നരായ പിതാക്കന്മാര് ആ ഒരു ഉത്തരവാദിത്വ ബോധത്തെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുക എന്നാണ് ഈ ഒരു സായം സദ്യയിൽ എനിക്ക് പറയുവാനുള്ളത്. ബഹുമാനപ്പെട്ട വികാരിയച്ഛ, ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ, മാതാപിതാക്കളെ, കുഞ്ഞുകുട്ടികളെ, നമുക്കറിയാം സമയം ഒത്തിരി അതിക്രമിച്ചു, എല്ലാവരും മടുത്തിരിക്കുകയാണ്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഞാൻ പറയണമെന്നൊക്കെ ആശിച്ച കാര്യങ്ങളൊക്കെ ഇവിടെ എല്ലാവരും പറഞ്ഞു. നിങ്ങളൊക്കെ ബിഷപ്പിൻ്റെയൊക്കെ വിളി എല്ലാവരുടെയും വയലിലൊക്കെ ആയെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നമുക്കറിയാമല്ലോ, ഈ വർഷത്തെ വിശ്വാസോത്സവത്തിൻ്റെ പഠന വിഷയം കുടുംബം എന്നുള്ളതാണ്. അതിവിടെ പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ കുട്ടികളെ ഒന്നിച്ചു ചേർക്കുക. കുടുംബമാണല്ലോ സഭ, കുടുംബത്തിൽ നിന്നാണല്ലോ സഭ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ കുടുംബങ്ങളുടെ ഒരു വലിയ കൂട്ടായ്മയാണ് സഭ. അതിൻ്റെ വളർച്ചയ്ക്ക് കുടുംബം നിലനിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യം. അപ്പോൾ അതിനെ ആസ്പദമാക്കിയാണ് ഈ വർഷത്തെ വിശ്വാസോത്സവത്തിൻ്റെ വിഷയം. 10 ദിവസം ഇവിടെ വിശ്വാസോത്സവം, അച്ഛൻ പറഞ്ഞാൽ 10-15 ദിവസവുമായി ഞങ്ങളുടെ ഇടവകയിൽ നാളെ കൊണ്ടാണ് വിശ്വാസോത്സവം നിങ്ങളുടെ മാതൃ ഇടവകയിൽ തീരുന്നത്. ഞങ്ങളുടെ വാർഷികം അടുത്ത ഞായറാഴ്ചയാണ്. എങ്കിലും എനിക്ക് ഈ സൺഡേ സ്കൂളിൽ ഇതിൻ്റെ 2ാമത്തെ വാർഷികത്തിനും എത്തിച്ചേരുവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, ഞങ്ങൾ വളർത്തിവിട്ട ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇത്രയൊക്കെ പ്രവർത്തികൾ, ഒത്തിരി കാര്യങ്ങൾ അവർ ചെയ്യുന്നത് കാണുമ്പോൾ ഒത്തിരി സന്തോഷം എനിക്ക് തോന്നുന്നു. ഞങ്ങൾ കൊടുത്ത ആ ബാലപാഠങ്ങൾ
അവർ കളയാതെ അത് വളർത്തിക്കൊണ്ട് വരുന്നതിലുള്ള ഒരു വലിയ സന്തോഷം ഞാൻ ഓർക്കുകയാണ്. എൻ്റെ കാലഘട്ടത്തിലെ സൺഡേ സ്കൂൾ ഇങ്ങോട്ട് മാറ്റിയപ്പോൾ ഒറ്റയടിക്ക് 50 കുട്ടികൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുന്നപ്പോൾ ഞങ്ങൾക്ക് വലിയ വിഷമമാണ്. 250 കുട്ടികളുള്ളതിൽ നിന്ന് 50 കുട്ടികളെ ഇങ്ങോട്ട് കൊടുത്തപ്പോൾ ഞങ്ങളുടെ സൺഡേ സ്കൂൾ വളരെ ശുഷ്കമായി പോയി. എങ്കിലും നിങ്ങൾ ഇത്രയൊക്കെ ഉയരുന്നത് കണ്ട് എനിക്ക് ഒരുപാട് സന്തോഷം ഈ നിമിഷങ്ങളിൽ തോന്നുകയാണ്. സാറ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു ബാലാരിഷ്ടതകളൊക്കെ ഉണ്ടെന്ന്. അതൊക്കെ മാറി ഇന്നിപ്പോൾ സ്വയമേ നിൽക്കുവാനും എല്ലാവിധത്തിലും കഴിവുള്ള കുട്ടികൾ, നല്ല നല്ല പ്രവർത്തനങ്ങൾ. എനിക്ക് തോന്നുന്നു നെടുകുന്ന ഫൊറോനയിൽ കലാമത്സരങ്ങളിൽ വെട്ടിക്കപ്പുരയിടമെന്നാണ് അറിയപ്പെടുന്നത്. വായ്പൂർ സെൻറ് മേരീസിനെ കുറിച്ചൊന്നും കേൾക്കാനില്ല, വെട്ടിക്കപ്പുരയിടമാണ്. അവർ ഓവറോൾ കിരീടമൊക്കെ വാങ്ങി ഇവിടെ എത്തി. വളരെ സന്തോഷം. അതിനകത്തൊക്കെ ഞങ്ങൾക്ക് വലിയ അഭിമാനമാണ്. അങ്ങനെ വേണം മുമ്പോട്ട് നിങ്ങൾ പോകുവാൻ. നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങളുടെ അധ്യാപകർ തരുന്ന ആ വലിയ വലിയ അവരുടെ കഴിവുകൾ നിങ്ങളത് വളർത്തിക്കൊണ്ടുവരുവാനും നിങ്ങളുടെ കൂട്ടായ്മയാണെന്ന് എനിക്ക് തോന്നുന്നു അതിൻ്റെ ഏറ്റവും വലിയ ഒരു ശക്തി. അതിന് നയിക്കുവാൻ വരുന്ന വികാരി അച്ഛന്മാരെ ഒക്കെ ഞാൻ ഈ നിമിഷം ഓർക്കുകയാണ്. നിങ്ങൾക്ക് നല്ലൊരു വികാരി അച്ഛനെ കിട്ടി. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ ഒത്തിരി കുട്ടികളെ സ്നേഹിക്കുന്നുണ്ട്. ഏത് സമയത്തും ഈ പള്ളിമേടയിലൊക്കെ വന്ന് രാത്രിയിൽ 10 മണിക്കുമൊക്കെ ഓരോന്നിനും പ്രാക്ടീസൊക്കെ ചെയ്തു പോകുവാൻ മാതാപിതാക്കൾ സഹായിക്കും. അങ്ങനെയുള്ള വലിയ അനുഗ്രഹങ്ങളൊന്നും നിങ്ങളുടെ മാതൃ ഇടവകയ്ക്കില്ല. ഞങ്ങളുടെ മാതാപിതാക്കളോട് പറഞ്ഞാൽ അവരതൊന്നും സമ്മതിക്കുകയില്ല. നിശ്ചിത സമയം കഴിയുമ്പോൾ കുട്ടികളെ തിരിച്ചെത്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വിശ്വാസോത്സവമാണെങ്കിലും അച്ഛൻ പറഞ്ഞതുപോലെ 4 മണി വരെയൊന്നുമില്ല, കുറച്ച് സമയമേ ഉള്ളൂ. രാവിലെ 6:45 തുടങ്ങിയാൽ 11-12 മണിയോടുകൂടി അവസാനിപ്പിക്കുന്നു. അങ്ങനെ പറ്റുകയുള്ളൂ. അതാണ് സാഹചര്യം. അതാണ് ഇന്നത്തെ മാതാപിതാക്കളുടെ സഹകരണം ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, വിശ്വാസ പരിശീലനങ്ങളൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ എനിക്ക് വീണ്ടും പറയുവാനുള്ളത്, നിങ്ങളുടെ ഈ വളർച്ചയിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറയണമെങ്കിലും സമയം അതിക്രമിച്ചുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരുന്നു. എന്നെ വിളിച്ചതിൽ ഞാൻ അതിനുള്ള നന്ദി എല്ലാവരോടും അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും ഈ നിമിഷത്തിൽ ഞാൻ അർപ്പിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. തുടങ്ങാൻ ആരംഭിക്കണ്ട. Yo soy Pablo Elio Escobar Gaviria. വാസുദ ഇതല്ല. ഇനിയുള്ളത് ഞാൻ പറഞ്ഞു തരില്ല. നീ എന്താന്ന് വെച്ചാൽ ആലോചിക്കുന്നു. പിച്ചിയും തെച്ചിയും ചൂടി കൊച്ചമ്മിണി പെണ്ണു വന്നാൽ തക്കിളി ചിക്കിളി കൂട്ടി തക്കിളി കാതരണം. കുണുക്കു പെൺമണിയെ നുണുക്കു വിദ്യകളാ മാടപ്രാപിട പോലെ കുരുക്കിലാക്കണം. തുടുത്ത പുങ്കവിളിൽ നനുത്ത കുഞ്ചിമിഴിൽ മുത്താരം മുകിലാരം മുത്തമേകണം. കൈവളകൾ
क्यों स्क्रैच किया रे छोड़ दिया दिल तो कैच किया रे साड़ी के फॉल सा कभी मैच किया रे कभी छोड़ दिया दिल कभी कैच किया रे. രണ്ടാം ക്ലാസ്സിൽ അൽഫോൻസ തോമസ് കൊച്ചുഴത്തിൽ. നാലാം ക്ലാസ്സിൽ നിന്നും അയോണ സിജോ നാഗരൂർ. അഞ്ചാം ക്ലാസ്സിൽ നിന്നും സേറ റോസ് അനിൽ മാവേലി. ആറാം ക്ലാസ്സിൽ നിന്നും ലെന മേരി ജോസഫ് മുണ്ടകത്തിൽ. പത്താം ക്ലാസ്സിൽ നിന്നും ലിയോൺ ജോസഫ് മുണ്ടക്കാട്ടിൽ. പതിനൊന്നാം ക്ലാസ്സിൽ നിന്നും 3 കുട്ടികളാണ്. ആൻമേരി ജോസഫ് പ്ലാക്കൂട്ടത്തിൽ, ട്രീസ ജോസഫ് വട്ടറിയിൽ, റിയ മനോജ് പ്ലാത്താന. 12ാം ക്ലാസ്സിൽ നിന്നും ജെറി തോമസ് പുത്തൻപുരയ്ക്ക്. വിനോദ് ചിറ്റൂർ. ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡൻസിനുള്ള സമ്മാനമാണ് നമ്മളിപ്പോൾ നൽകുന്നത്. ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡന്റ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ബോയ്സിൽ നിന്നും ജെറി തോമസ് പുത്തൻപുരയ്ക്കൽ. ഗേൾസിൽ നിന്നും ഏഞ്ചല ആൻഡ് അനിൽ മാവേലി. നിർമ്മൽ ജോസഫ് മുക്കാട്ട്. നന്ദി ജന്യച്ച. അടുത്ത വിശ്വാസോത്സവത്തിന്റെ പ്രോഗ്രാംസിനുള്ള ഓരോരോ പെർഫോമൻസിന്റെ അവാർഡാണ് നമ്മൾ കൊടുക്കുന്നത്. ബെസ്റ്റ് പെർഫോമർ ആയിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇത് കൊടുക്കാനായി നമ്മുടെ വികാരിയച്ഛനെ ക്ഷണിക്കുന്നു. ബെസ്റ്റ് ലീഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് മരിയ കൊച്ചുവേഴത്തിൽ. ബെസ്റ്റ് ചാമ്പ്യൻസ് ഇൻ സെക്ഷൻ വൈസ് സ്പോർട്സ് ഡേയുടെ ഭാഗമായിട്ട് ബെസ്റ്റ് ചാമ്പ്യൻസിനെ നമ്മൾ തിരഞ്ഞെടുത്തിരുന്നു. കിഡ്സ് സെക്ഷനിൽ നിന്നും ബോയ്സിൽ നിന്നും ഏബൽ സുനിൽ തോമസ് കൊച്ചുവേഴത്തിൽ. ഗേൾസിൽ നിന്നും അൽഫോൻസ തോമസ് കൊച്ചുവേഴത്തിൽ. സബ് ജൂനിയർ വിഭാഗത്തിൽ നിന്നും ബോയ്സിൽ നിന്നും ബെസ്റ്റ് ചാമ്പ്യനായി തിരഞ്ഞെടുക്കപ്പെട്ടത് സ്റ്റീവ് തോമസ് തളികപ്പറമ്പിൽ. ഗേൾസിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടത് തെരേസ മോൻസി മാവേലിൽ.
ജൂനിയർ വിഭാഗത്തിൽ നിന്നും ബെസ്റ്റ് ചാമ്പ്യനായി ബോയ്സിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടത് സാവിയോ സുനിൽ മാവേലി. ഗേൾസിൽ നിന്നും മരിയ വർഗീസ് കൊച്ചിയിടത്തിൽ. സീനിയർ വിഭാഗത്തിൽ നിന്നും ബെസ്റ്റ് ചാമ്പ്യനായ ബോയ്സിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടത് റിജു രാജേഷ് കരിപ്പൂർ. ഗേൾസിൽ നിന്നും റീസ ജോസഫ് വട്രിയിൽ. വിശ്വാസോത്സവത്തിന്റെ ഭാഗമായി നമ്മൾ റാലി കണ്ടക്ട് ചെയ്തിരുന്നു. ഇപ്പൊ റാലിയില് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് ബ്രൗൺ ഗ്രൂപ്പ്. സെക്കൻഡ് കിട്ടിയിരിക്കുന്നത് ബ്ലൂ ഗ്രൂപ്പിലെ ലീഡേഴ്സ് വരേണ്ടതാണ്. ബെസ്റ്റ് ന്യൂസ് റിപ്പോർട്ടിന് ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത് ഗോൾഡ് ഗ്രൂപ്പ്. ഓവറോൾ ചാമ്പ്യൻസ് ആൻഡ് ഗ്രൂപ്പ് വൈസ് അനൗൺസ് ചെയ്യുന്നതിനായി വികാരിയച്ഛനെ ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ വിശ്വാസോത്സവത്തിൻ്റെ കാറ്റുവീട്ടിലെ കൂട്ടുകാർ വിശ്വാസോത്സവം 2024 വിജയികളെ പ്രഖ്യാപിക്കുകയാണ്. 3 ഗ്രൂപ്പുകളും ഒത്തിരിയേറെ കഷ്ടപ്പെട്ടു അല്ലെങ്കിൽ പരിശ്രമിച്ചു എന്നുള്ളതാണ് ഈ വർഷം പറയാനുള്ള പൊതുവായ കാര്യം. കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒത്തിരിയേറെ ആക്ടിവിറ്റികളിലൂടെ കടന്നുപോയത്, അത് നടപ്പിലാക്കാനായിട്ട് സാധിച്ചത് നിങ്ങളുടെ പരിശ്രമശീലമാണ്. ചില ആളുകളൊക്കെ രാത്രിയൊക്കെ ഒത്തിരി ദിവസങ്ങളുടെ ഉറക്കം ഉളച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനെല്ലാം ഭാവിയിൽ നമുക്ക് പ്രയോജനം ഉണ്ടാകും എന്നുള്ളത് അച്ഛനെ അറിയാവുന്നത് കൊണ്ട് നിങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് റിസൾട്ട് പ്രഖ്യാപിക്കുകയാണ്. 3-ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് 11,362 പോയിന്റോടുകൂടി 3-ാം സ്ഥാനത്ത് ബ്ലൂ ഗ്രൂപ്പിലെ ലീഡേഴ്സും ബാക്കി എല്ലാവരും അംഗങ്ങളോട് ചേർന്ന് വന്ന് സമ്മാനം സ്വീകരിക്കാം. നമ്മുടെ ജനീസിൽ നിന്നും സമ്മാനം സ്വീകരിക്കേണ്ടതാണ്. രണ്ടാം സ്ഥാനത്ത് 17,288 പോയിന്റോടുകൂടി